എൻ്റെ ഗുരുനാഥനും സാഹിത്യ വിമർശകനുമായിരുന്ന KP അപ്പൻ സാർ ഒരിക്കലും പ്രയോഗം നടത്തി. മനുഷ്യാവസ്ഥയിൽ ചിലപ്പോൾ ആളുകൾ ശിഥില സമാധിയിലാകും എന്നദ്ദേഹം പറഞ്ഞു വെച്ചു. അദ്ദേഹം ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ചില ആളുകളുടെ തുടക്കം കാസറും, പക്ഷേ ഒടുക്കമാകുമ്പോഴേക്കും അവർ തളർന്നു പോകും. അതുപോരാ, തുടക്കം മുതൽ ഒടുക്കം വരെ വെച്ചടി അങ്ങോട്ട് കയറണം. എന്നാലേ ഒരു സ്മാർട്ട്നെസ് ഉണ്ടാകൂ. അങ്ങനെയുള്ളവർക്ക് വിജ്ഞാനത്തിലേക്ക് തുറക്കാനുള്ള ഒരു ജാലകവാതിലാണ് ജോസ്കോ ജുവലേഴ്സ് സ്മാർട്ട് ഷോ പവേർഡ് ബൈ ധാത്രി ഹെയർ ഓയിൽ. മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അംഗത്തിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് എന്നറിയാൻ നിങ്ങൾ കൗതുകത്തോടെ ഇരിക്കുകയാണ് എന്ന് എനിക്കറിയാം. ഇതാ വേദിയിലേക്ക് വരുന്നു പ്രശസ്ത ചലച്ചിത്ര ടെലിവിഷൻ താരം ശരത്. ഒപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജു കിംസ് ഹോസ്പിറ്റലിലെ ഓഡിയോളജിസ്റ്റ് ആണ്. ഹായ് മഞ്ജു, ഹായ് ശരത്. ഹായ് സർ. ശരത്തിനെ ആളുകൾക്കെല്ലാം അറിയാം, അതുകൊണ്ട് നമുക്ക് പിന്നാലെ വരാം. അത് മാത്രമല്ല, സ്ത്രീകൾ ഫസ്റ്റ് എന്നല്ലേ ഇപ്പോൾ പറയുന്നത്. മഞ്ജു കിംസ് ഹോസ്പിറ്റലാണ്, ഓഡിയോളജിസ്റ്റ് ആണ്. എനിക്കൊക്കെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എനിക്ക് മഞ്ജുവിനെ കണ്ട വലിയ സന്തോഷമായി. ഞാനൊരു അരപ്പൊട്ടനായെന്ന ആളിൽ പറയും. കാര്യം ഒരുപാട് മൊബൈലൊക്കെ ഉപയോഗിച്ച് അങ്ങനെ ആയിപ്പോയെന്നാണ്. ശരിയാക്കി തരാം അല്ലേ? രണ്ട് ചെവി പോകുമോ? ഇല്ല, ഇപ്പൊ ഒരു ചെവിക്ക് കുഴപ്പമില്ല, രണ്ട് ചെവി അല്ലേ? എന്തായാലും ഈ രംഗത്ത് കുറെ കാലത്തെ പരിചയമുണ്ടെന്ന് വിശ്വസിക്കുന്നു. അത്യാവശ്യം ഉണ്ട്. എവിടെയാ നാട്? പാലക്കാട്. പാലക്കാട് എവിടെ? പാലക്കാട് ഇപ്പൊ താമസിക്കുന്നത് ഞങ്ങള് കല്ലേക്കുളങ്ങര. ഈ മനുഷ്യനെ എങ്ങനെ കണ്ടുപിടുത്തി? ഈ മനുഷ്യൻ എന്റെ ഒരു ബന്ധുവാണ്. ആണല്ലേ? ബന്ധം പറഞ്ഞു ഒന്നായോ? ബന്ധം പറഞ്ഞു ഒന്നായി. ആൾക്കാരെ രണ്ടായിട്ട് വന്നവരെ വരെ ഒന്നിച്ചാക്കി വിടുന്നവരാ നമ്മൾ. അതാണ് സ്മാർട്ട്. പിന്നെ ശരത്ത് സ്മാർട്ടാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ശരത്ത് സൊമ്മിലൂടെ വന്നു, ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു, സീരിയലിലെ ഒരു സ്ഥിരം താരമായി മാറി. വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ച് ഒരു ഇഷ്ടതാരമാണ് ശരത്തിന്റെ പല പരമ്പര. അങ്ങനെയാണ് എന്ന് വിചാരിക്കല്ല, അങ്ങനെയാണ് കാര്യം. നമ്മളൊക്കെ ഈ രംഗത്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്കറിയാം. ഇപ്പൊ ശരത്ത് ലേറ്റസ്റ്റ് ആയിട്ട് സിനിമ ചെയ്യുന്നുണ്ട്. ഒന്ന് രണ്ടെണ്ണം അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ്, സിനിമയാണല്ലോ, തുടങ്ങിയാൽ തുടങ്ങി എന്ന് പറയാവുന്ന അവസ്ഥയാണ്. അത് കാരണം ഇപ്പൊ സാറ്റലൈറ്റ് ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അത് കാരണം ഇപ്പൊ ഏറ്റവും പറഞ്ഞു കേൾക്കുന്ന ഒരു പദം സാറ്റലൈറ്റ്. സ്വന്തമായിട്ട് സാറ്റലൈറ്റ് ഉള്ള നടന്മാർ വരെ ഉണ്ട്. അതെയോ? ഇൻസാറ്റ് 17 ഈ പരമ്പരയിൽ സജീവമാകുന്നുണ്ട്. ശരത്തിന്റെ സിനിമാ കരിയറിനെ അത് ബാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം സിനിമയില് അന്നത്തെ കാലത്ത്, ഞാൻ വന്ന കാലത്ത് ഇപ്പൊ 22 കൊല്ലമായി. അന്നത്തെ കാലത്ത് ഈ ന്യൂ ജനറേഷൻ ശരത്ത് വന്നിട്ട് 22 കൊല്ലമായി അല്ലേ? വിശ്വസിക്കില്ല മഞ്ജു. അല്ല, അന്നത്തെ കാലത്ത് ന്യൂ ജനറേഷൻ അല്ലേ ചാനൽസോ അല്ലെങ്കിൽ ഇതേപോലെ പ്രൊമോട്ട് ചെയ്യാൻ അധികം ആൾക്കാരില്ല. പിന്നെ നമുക്ക് സീരിയൽ കിട്ടിയതുകൊണ്ട് ഗുണമുണ്ടായി. നമുക്ക് വീടായി, കാറായി, അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു ബന്ധത്തിൽ നിന്ന് നല്ലൊരു കുട്ടി, അങ്ങനെയൊക്കെയുള്ള സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ദൈവം സഹായിച്ചു. ഓക്കെ, ഒരു സ്വകാര്യം ചോദിക്കട്ടെ, ഈ ഭാര്യ പരമ്പരകൾ കാണുന്ന ആളാണോ? അതെ, കാണും. ശരത്തിന്റെ ഒഴിച്ചോ അതോ? അല്ലല്ല, ശരത്തിന്റെ ഉൾപ്പെടെ എല്ലാ പരമ്പരകളും താല്പര്യം അതെ ഉള്ള വ്യക്തിത്വമാണ്. പ്രത്യേകിച്ച് ഹിന്ദിയാണ് ഇപ്പൊ കുറച്ച്. വീട്ടിൽ ആരാ ശബ്ദമലിനീകരണം നടത്തുന്നത്? ഭർത്താവാണോ ഭാര്യയാണോ? ഭാര്യയും മക്കളും കൂടിയാണ്. ഭർത്താവിന്റെ മലിനീകരണം കുറവാ അല്ലേ? ഭർത്താവിന് അധികം ഇഷ്ടമല്ല ശബ്ദം. വീട്ടിൽ ശബ്ദം ക്രമീകരിച്ച് നിർത്താൻ ഈ ഓഡിയോളജിസ്റ്റ് എന്താ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അയ്യോ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ കുറെ പറയേണ്ടി വരും. ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി. ആദ്യം എന്നെ നന്നാക്കേണ്ടി വരും. അതല്ലേ? അത്ര എളുപ്പമാണോ? അതത്ര എളുപ്പമാണോ? ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര പാടാണ്. വീട്ടിൽ നിന്ന് രണ്ടുപേരുടെ പറഞ്ഞൊത്ത് വന്ന പോലെ ഉണ്ടല്ലോ, രണ്ടുപേരും ഒരേ വാക്കുകൾ സംസാരിക്കുന്നു. ഒരേ മനസ്സാണ് സാർ. ഒരേ മനസ്സാ. അതെ സാർ. ലോകത്ത് ആദ്യമായിട്ടറിയും രണ്ടുപേർക്ക് ഒരേ മനസ്സുണ്ടാകും. താങ്ക് യു. ശരത്തിന്റെ വഴി ഇങ്ങോട്ടും, ഭാര്യയുടെ വഴി അങ്ങോട്ടും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ചതിക്കരുതെന്നാ പറയുന്നത്. ഇനി വേദിയിലേക്ക് വരുന്നു പ്രശസ്ത നാടക പ്രവർത്തകനും ചലച്ചിത്ര നടനുമായ വിനയ് ഫോർട്ട്. ഒപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ സൗമ്യ അമൃത സെന്റർ ഫോർ നാനോ ടെക്നോളജിയിലെ റിസർച്ച് ഫെലോ ആണ്. രണ്ടുപേരും വേദിയിലേക്ക്. വിനയനെ ഞാൻ കുറച്ച് കാലമായിട്ട് അന്വേഷിച്ചടക്കായിരുന്നു. കാര്യം വിനയ് ഫോർട്ട് എന്നുള്ള പേര് കേൾക്കാൻ തുടങ്ങിയത് മുതൽ എനിക്കൊരു സംശയം, ഇതെന്തോന്ന് ഫോർട്ട് എന്ന്.
എന്താണ് അതിന്റെ പുരാണം? വിനയ് ഫോർട്ട്. എൻ്റെ ശരിക്കും പേര് വിനയ് കുമാർ എന്നാണ്. വിനയ് കുമാർ, അതെ. നല്ലൊരു പേരായിരുന്നു. ഇല്ല, ഞാൻ പ്രത്യേകിച്ച് സിനിമയിലെ പണ്ട് മുതൽ എനിക്ക് കുമാർ ഇഷ്ടമല്ല എൻ്റെ പേരില്. അല്ല, അപ്പോ സിനിമ ആരായി കുമേരൻ തലവെച്ച് തന്നത്? വീട്ടുകാരാ. അതെ, വീട്ടുകാരാണ് ഈ പണി തുടങ്ങിയത്. കൊച്ചിലെ മുതൽ ഞാൻ ഉപയോഗിക്കാറില്ല ഒരിടത്തും. ഇല്ല. പിന്നെ റെക്കോർഡ്സിലൊക്കെ ആ പേരാണ്. പിന്നെ സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ഐഡന്റിറ്റി, ഇപ്പൊ നമ്മൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്താലോ ഫേസ്ബുക്കിൽ അടിച്ചാലൊക്കെ ഒരുപാട് വിനയ് കുമാർ അങ്ങനെ ഉണ്ട്. വിനയകുമാരന്മാരെ കൊണ്ട് നാട് നിറഞ്ഞിരിക്കുക മൊത്തം. അപ്പൊ ഞാൻ വിചാരിച്ചു വിനയ് ഫോർട്ട് കൊടുക്കാം. അപ്പൊ ഒരാളല്ലേ ഉള്ളൂ. അല്ല, ഈ ഫോർട്ട് കൊച്ചിയുടെ ഭാഗം വല്ലതാണോ? തീർച്ചയായിട്ടും എനിക്ക് ആ സ്ഥലത്തിനോട് നല്ലൊരു പേരിന്റെ സ്കോപ്പ് കൊണ്ട് കളഞ്ഞു. വിനയ് ഫോർട്ട് കൊച്ചി. എനിക്ക് തോന്നുന്നു വിനയ് ഫോർട്ട് കുറച്ചും കൂടെ നല്ല പേരാണ്. ആണല്ലേ? അതെ. അല്ല, കാച്ചി. കാരണം ഞാൻ തന്നെ വിനയനെ അന്വേഷിക്കാൻ തീരുമാനിച്ച ആ പേര് കണ്ടോണ്ടാ. ആരാണ് ഈ പോർട്ട്? സ്വന്തമായിട്ട് പോർട്ട് കയ്യിലുള്ളവർ എന്നാ ഞാൻ വിചാരിച്ചത്. റിയൽ എസ്റ്റേറ്റ് അല്ലേ? അപ്പോ സൗമ്യ നാനോ ടെക്നോളജിയിൽ റിസർച്ച് ഫെലോ ആണ്. സെന്റർ ഫോർ നാനോ സയൻസസിലാണ് ഗവേഷണ വിദ്യാർത്ഥിനിയാണ്. അവിടെ വിനയ് നാടക പ്രവർത്തനത്തിന് വന്നു. ആക്ച്വലി അവിടെയല്ല, ഞാൻ MG യൂണിവേഴ്സിറ്റിയിലാണ് എൻ്റെ PG ചെയ്തത്. എന്തിലായിരുന്നു PG? ഫിസിക്സിൽ, MSc ഫിസിക്സ് ആയിരുന്നു. ഞാൻ വിചാരിച്ച പ്രണയത്തിലാണോ? ഒന്നും അല്ലല്ല. അല്ല, അന്നേരമാണ് ഞാൻ കാണുന്നത്. കണ്ണുകളിൽ ഇടഞ്ഞു. ജീവിതം ഒന്നായി പോയി. അല്ല, നമ്മൾ സുഹൃത്തുക്കളായിരുന്നു. എവിടെ അല്ലെങ്കിൽ ഏത് വഴിത്തിരിവിൽ വെച്ചാ സുഹൃത്തുക്കളെ ഒരു ഭാര്യയും ഭർത്താവാകാൻ തീരുമാനിച്ചു? ഇല്ല, നമ്മള് സുഹൃത്തുക്കളായിരുന്നു. അത് സിനിമ നടനാകുന്നതിന് മുമ്പോ പിമ്പോ? ഞാൻ ഋതുവൊക്കെ കഴിഞ്ഞ സമയത്ത്. ഋതു അപൂർവ നേരത്തെ അറിയുമായിരുന്നു? അവിടെ വെച്ചിട്ടാണ് ഞാൻ പരിചയപ്പെടുന്നത്, യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട്. നേരത്തെ ഒരു ഇഷ്ടം തോന്നിയിരുന്നു? ഇഷ്ടമൊന്നുമില്ല, പക്ഷെ ആ സിനിമ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഋതുവൊക്കെ കണ്ടിട്ട് ഞാൻ അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരിട്ട് അപ്പോഴൊക്കെ ഒരു സുഹൃത്തായിരുന്നു. അപ്പൊ നമ്മൾ വേലി പൊളിച്ചിട്ടില്ലായിരുന്നു? ഇല്ല. ആ പൊളിഞ്ഞ വേലി എന്നായിരുന്നു? എനിക്കവിടെ 2 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെയാണ്, അവിടെ PG ഒക്കെ കഴിഞ്ഞ സമയത്തൊക്കെയാണ്. പിന്നീട് ഞാൻ ഓൾഡ് അറിയൂ ഒക്കെ കണ്ടു. നല്ല ഇരുത്തം വന്ന ഒരു അഭിനേതാവാണെന്ന് മനസ്സിലായി. അപ്പോ ഇവിടെ പക്ഷേ വേറെ റോളില്ല. ഭാര്യയുടെ അംബാസഡറായിട്ട് ഓടി നിലവറയിൽ കയറേണ്ടി വരും. ഓൾ ദ ബെസ്റ്റ്, ബി സ്മാർട്ട്. അപ്പൊ ഇങ്ങോട്ട് പോവാം, താങ്കൾക്ക് അവിടെ നിൽക്കാം. പ്രേക്ഷകർ ഈ പരിപാടിയുടെ കുറച്ചധികം എപ്പിസോഡുകൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഒരേ കാര്യം വീണ്ടും പറഞ്ഞ് നിങ്ങളെ ആവർത്തന വിരസത ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ഇവർ പുതിയതായി പങ്കെടുക്കുന്നു എന്നതുകൊണ്ട് ചില്ലറ കാര്യങ്ങൾ ഞാൻ പറയുന്നു. ഇത് 6 റൗണ്ടുകളുള്ള ഒരു മത്സരമാണ്. ഈ മത്സരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, പങ്കെടുക്കുന്നവർ എത്ര പ്രശസ്തരായാലും ഇതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പറഞ്ഞു കൊടുക്കില്ല. സത്യസന്ധതയുടെ വഴിയാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അത് ഗുണം ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് പല ആളുകൾക്കും തെറ്റിപ്പോകുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതിന് ഓരോ പടിയിലും നിലവറയിൽ കയറേണ്ട ഒരു സമയ ദൈർഘ്യമുണ്ട്. അപ്പോൾ ആദ്യം 10 സെക്കൻഡ് കിട്ടും, 20 സെക്കൻഡ് കിട്ടും, 30 കിട്ടും, 40 കിട്ടും, അങ്ങനെ കൂടി പോകും. 2 ഘട്ടങ്ങളുണ്ട്. ഒരു ഘട്ടം വിജ്ഞാനത്തിൻ്റെ ഘട്ടം ഇവിടെ നടക്കും. രണ്ടാം ഘട്ടം നിങ്ങൾക്ക് 1 കോടിയിലധികം രൂപയ്ക്ക് വിലയുള്ള സാധന സാമഗ്രികൾ ഈ മഹാ നിലവറയ്ക്കകത്തുണ്ട്. അപ്പോൾ ഈ നിലവറയിൽ നിന്ന് സാധനങ്ങൾ വരും നിങ്ങളുടെ തന്നെ അംബാസഡേഴ്സായ ഈ 2 പേരായിരിക്കും. അപ്പോൾ ഈ 1 കോടി രൂപയുടെ സമ്മാനങ്ങൾ കൂടാതെ മറ്റൊരു വലിയ ആകർഷകമായ സമ്മാനം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ജോസ്കോ ജുവലേഴ്സ് നൽകുന്ന സ്വർണ്ണ കിരീടം. ഈ മത്സര പരിപാടിയിൽ ഏതാണ്ട് 6 റൗണ്ടുകൾ നീളുന്ന ഈ മത്സര പരിപാടിയിൽ ഏറ്റവും സ്മാർട്ടാണ് എന്ന് തെളിയിക്കുന്ന ആൾ അവസാനം സ്വർണ്ണ കിരീടം അണിഞ്ഞായിരിക്കും വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനൊരു സുവർണ നിമിഷം കാണാൻ ഞാൻ കാത്തിരിക്കുന്നു. നമ്മൾ പരിപാടി ആരംഭിക്കുന്നു. ആദ്യത്തെ റൗണ്ട് വെൽക്കം റൗണ്ട്. നിങ്ങളിൽ ആരെങ്കിലും മഴവിൽ കാവടി സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എങ്കിലും ഉപകാരം ചെയ്യാൻ പോകുന്നു. ആ സിനിമ കണ്ടതുകൊണ്ട് ചില ഗുണങ്ങൾ ഇവിടെ ഉണ്ടാകാൻ പോകുന്നു. എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്: കാവടിക്ക് പ്രശസ്തമായ ക്ഷേത്രം ഏതാണ്? ഓപ്ഷൻ പറഞ്ഞിട്ടേ നിങ്ങൾ ബസ്സിൽ അമർത്താവൂ. ഓപ്ഷൻ എ തിരുപ്പതി, ഓപ്ഷൻ ബി പഴനി, ഓപ്ഷൻ സി മൂകാംബിക, ഓപ്ഷൻ ഡി ശബരിമല. പറയും മഞ്ജുവാണ് ബസ് അമർത്തിയത്. പഴനി ഉത്തരം ശരിയാണോ? കാവടിക്ക് പ്രശസ്തമായ ക്ഷേത്രം പഴനിയാണോ? മുട്ടയടിക്കുന്ന കാര്യത്തിൽ ഫേമസ് ആണ് പഴനി. പക്ഷെ മുട്ട കിട്ടാനും ഫേമസ് ആയി മാറും പഴനി. ഒന്നുകൂടെ ആലോചിക്കണോ? വേണ്ട. അമിതാഭ് ബച്ചൻ ചോദിച്ചില്ല, അറിയോ കോൺഫിഡൻസ് ആണെന്ന് തോന്നുന്നു. ആ മുഖത്തറിയാം കോൺഫിഡൻസ് ഇല്ലെന്ന്. അല്ല, പക്ഷേ ഓഡിയോളജിസ്റ്റ് അല്ലേ. അപ്പോ പഞ്ചാമൃതത്തിന് പ്രശസ്തമായ ഒരു സ്ഥലം കൂടിയാണിത്. എവിടം? ഉത്തരം ശരിയാണ്, പഴനിയാണ്. കാവടിക്ക് പ്രശസ്തമായ സ്ഥലമാണ് ഇത്. മുരുകന്റെ ക്ഷേത്രമാണ് പഴനി. അപ്പോൾ കേരളത്തിലുള്ള മിക്ക ആളുകളും സന്ദർശിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് പഴനി. അപ്പോൾ ഉത്തരം ശരിയാണ്. അപ്പോൾ മഞ്ജു, കണവനൊരു ജോലിയായി. വരൂ,
ഉത്തരം ശരിയാണ്. അയ്യോ. ഉത്തരം ശരിയാണ്. അപ്പോ 10 സെക്കൻഡാണ് ലഭിക്കാൻ പോകുന്നത്. 10 സെക്കൻഡിനുള്ളിൽ താങ്കൾക്ക് എന്തൊക്കെ സാധന സാമഗ്രികൾ അവിടെ നിന്ന് അടിച്ചു മാറ്റാം എന്നുള്ളത് നിലവറയിൽ ഒരു സൂക്ഷിപ്പുകാരിയുണ്ട്. കാര്യം നിസ്സാരമാണെങ്കിലും കിട്ടാൻ പോകുന്ന ഗിഫ്റ്റ്സ് ഭയങ്കരമാണ്. അതാണ് ഈ ടാസ്കിന്റെ പ്രത്യേകത. 10 സെക്കൻഡ്സ് കൊണ്ട് ആദ്യം കയ്യിലുള്ള ബാറ്റൺ എന്നെ ഏൽപ്പിക്കണം. എന്നിട്ട് ഇവിടുന്ന് ഇഷ്ടമല്ലാത്ത യെല്ലോ റിബൺസ് വെച്ച് കെട്ടിയിരിക്കുന്ന ഗിഫ്റ്റ്സ് എടുത്തുകൊണ്ട് പുറത്ത് കിടക്കണം. 10 സെക്കൻഡ്സിനകത്ത് പുറത്ത് കിടന്നില്ലെങ്കിൽ ഇതിനകത്തായി പോവും, ഡോർ ക്ലോസ്ഡ് ആയി പോവും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം പുറത്ത് കിടക്കാൻ. Now your time starts. ഗിഫ്റ്റ് എടുത്തോ, ഇഷ്ടംപോലെ എടുത്തോ. യെല്ലോ റിബൺ വെച്ച് കെട്ടിയിരിക്കുന്ന എത്ര എടുക്കാം? 10 സെക്കൻഡ്സിനകത്ത് പുറത്ത് 10 സെക്കൻഡ്സിനകത്ത് പുറത്ത് കിടക്കണം. എന്തൊക്കെ കിട്ടി നോക്കട്ടെ. എന്തൊക്കെ കിട്ടി? തേപ്പ് വെട്ടി. ഓക്കെ അല്ലേ? വീട്ടിലുണ്ടായിരുന്നോ? ഉണ്ട്, ഒന്ന് കേടായി പോയി. എന്നെ കൊണ്ട് വീണ്ടും വീണ്ടും തേപ്പിക്കാനല്ലേ. ഫാനുണ്ട്. വീട്ടിൽ ഫാനിന്റെ ഫാൻ വേണമായിരുന്നു. ഇത് ഫോണല്ലേ? ഈ ഫോൺ മാത്രം വീട്ടിൽ വേണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അവിടോട്ട് വയ്ക്കാം. ഇതൊരു തുടക്കം മാത്രമാണ്. മഞ്ജു, ഗണപതിക്ക് വെച്ചത് വെറുതെ ആയില്ല. സൗമ്യ, നമ്മുടെ ഈ വിനയ് ഭക്ഷണ കാര്യത്തിലൊക്കെ എങ്ങനെയാ? ഒരുപാടൊന്നും കഴിക്കില്ല, കുറച്ച് കൺട്രോൾ ഒക്കെ ചെയ്യുന്ന, കഴിച്ച നാട്ടുകാർ അറിയൂ. തടി കൂടി എന്ന് തോന്നിക്കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യുന്ന തടിയെ കുറിച്ച് വളരെ കോൺഷ്യസ് ആയ ആളാണ്. അത് ഈ സിനിമയിൽ മഞ്ജു വാര്യർക്കൊക്കെ ഒപ്പം അഭിനയിച്ചതിന് ശേഷമാണോ അതോ? അല്ല, പൊതുവെ എങ്ങനെയാണ്, മുമ്പേ എങ്ങനെയാണ്. കാര്യം സുന്ദരികളായ പെൺകുട്ടികളെയൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാതെ ഒരു ഇത് വരും. നമുക്ക് തടി കൂടുന്നു, നമ്മൾ സ്ലിം ആവാതെ അങ്ങനെയൊക്കെ തോന്നൂലേ? പിന്നെ അങ്ങനെ വല്ല പ്രശ്നമുണ്ടോ? അല്ല, തടി കൂടുമ്പോ കൺട്രോൾ ചെയ്യും. നമ്മൾ കൂടുതലും സിനിമകളിലാണെങ്കിലും കുറച്ച് ഫിസിക്കലി അങ്ങനത്തെ ഓട്ടം ചാട്ടമൊക്കെയുള്ള സിനിമകളാണ് കൂടുതൽ ചെയ്യുന്നത്. സ്ലിം ബ്യൂട്ടി ആകും എന്ന് സാരം. അതെ, ഭാര്യ പറഞ്ഞ് പറ്റിക്കാനുള്ള കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. സദ്യയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഭീമസേനൻ കണ്ടുപിടിച്ചു എന്ന ആളുകൾ വിശ്വസിക്കപ്പെടുന്ന വിഭവം ഏതാണ്? ഓപ്ഷൻ എ കാളൻ, ഓപ്ഷൻ ബി അവിയൽ, ഓപ്ഷൻ സി സാമ്പാർ, ഓപ്ഷൻ ഡി പുളിശ്ശേരി. ഇതിലേതാണ്? പറയൂ സൗമ്യ. അവിയൽ. അവിയലാണോ? ഉറപ്പാണോ അവിയലാണ്? അവിയലിനെ കുറിച്ച് മഹാഭാരതത്തിൽ എവിടെയോ കേട്ടിട്ടുണ്ട്. ഗവേഷണം നടത്തിയോ അവിടെ? ഗവേഷണം നടത്തിയിട്ടില്ല, കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ സാമ്പാർ ആരാ കണ്ടുപിടിച്ചത്? അറിയില്ല. പുളിശ്ശേരിയോ? അറിയില്ല. കാളന് നിങ്ങൾ തൃശ്ശൂർക്കാരാണ്, നിങ്ങൾ കണ്ടുപിടിച്ചെന്നുള്ളത് മനസ്സിലായി. ഭീമസേനൻ കണ്ടുപിടിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന വിഭവം എന്താണെന്നാ പറഞ്ഞത്? അവിയൽ. സൗമ്യ പറഞ്ഞ ഉത്തരം ശരിയാണ്. അതിനൊരു ചെറിയ കഥ കൂടിയുണ്ട്. ഈ ഭീമസേനൻ കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത് കൗരവരെല്ലാം കൂടെ ഭീമസേനെ പുഴയെ തള്ളിയിട്ടു. ഒരു പുഴയെ തള്ളിയിട്ട് കഴിഞ്ഞപ്പോൾ ഭീമസേനൻ മരിച്ചു എന്ന് എഴുതി ഇദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ കൊട്ടാരത്തിൽ അവർ സംഘടിപ്പിച്ചു. സദ്യയൊക്കെ ഒരുക്കുന്നതിനിടെ ആരോ ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ഭീമസേനെ ഒരുക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഇവർ സദ്യ ഒരുക്കാനുള്ള വട്ടമൊക്കെ കൂട്ടുന്ന സമയത്ത് ഭീമസേനൻ കൊട്ടാരത്തിലേക്ക് മടങ്ങി വരുന്നു. ഇത് കണ്ടപ്പോൾ ഇവർ സദ്യയൊക്കെ വേണ്ടെന്ന് വെച്ച് ആൾക്കാരൊക്കെ പിരിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോൾ വിശന്ന് വലഞ്ഞു വന്ന ഭീമസേനന് വിശപ്പ് സഹിക്കാൻ വയ്യാതെ അയാൾ അവിടെ കിടന്ന പച്ചക്കറികളെല്ലാം എടുത്ത് ഒരു പാത്രത്തിലിട്ട് ഉണ്ടാക്കിയതായി പറയപ്പെടുന്ന വിഭവമാണ് നമ്മുടെ പ്രിയപ്പെട്ട മലയാളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട വിഭവമായ അവിയൽ. നാവിൽ വെള്ളം ഊറും നമുക്കത് പറയുമ്പോൾ അല്ലേ? നല്ല ഒന്നാന്തര അവിയൽ സദ്യക്ക് കൂടെ കഴിച്ചു കഴിഞ്ഞാൽ എന്തൊരു സുഖമാതല്ലേ. അപ്പോൾ ഒരു 10 സെക്കൻഡ് സമയം വിനയ്ക്ക് കിട്ടുന്നു. വിനയ് ഫോർട്ട് ഒരു കോട്ട പിടിച്ചടക്കാനുള്ള സമയമായി തോന്നുന്നു കേട്ടോ. അപ്പോൾ വിനയ് 10 സെക്കൻഡ്. പക്ഷേ സഹോദരിക്ക് എന്തോ ഒരു സ്വകാര്യം പറയാനുണ്ട്. ലുലു കണക്ട് സ്പോൺസർ ചെയ്ത മനോഹരമായ ഗിഫ്റ്റ്സ് ഇവിടെ യെല്ലോ റിബൺ വെച്ച് കെട്ടിവെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് എത്ര ഗിഫ്റ്റ്സ് വേണമെങ്കിലും വിത്തിൻ 10 സെക്കൻഡ്സ് എടുത്തുകൊണ്ട് ഈ നിലവറയ്ക്ക് പുറത്ത് കടക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം കയ്യിലുള്ള ബാറ്റൺ എന്നെ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ ഗിഫ്റ്റ്സ് എടുക്കാവുള്ളൂ. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ടാസ്ക് ആണ്, അതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പോയി വരൂ. Come on, Vinyat, come on. Yeah, yeah. 10 seconds ഉള്ളൂ. ആദ്യം ഗിഫ്റ്റ് എടുത്തോ. യെല്ലോ ഗിഫ്റ്റ്സ് വാരിക്കോരി എടുത്തോ. 10 സെക്കൻഡ്സിനകത്ത് പുറത്തെടുത്തോ. നല്ല അവിയൽ കഴിച്ചതിന്റെ ഗുണമാണ്. കാരണം വിനയ് സ്ലിം ആയതിന്റെ ഗുണം കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൈറ്റ്സ് ഉണ്ട്. ബാക്കി ഇത് ആവശ്യമുള്ള സാധനങ്ങളൊന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇതെന്തായാലും ഇത് ഗുണം ചെയ്യും സിനിമ കരിയറിലും. ഓക്കെ, അങ്ങോട്ട് വെച്ചോളൂ. ഇത് തുടക്കം മാത്രമാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. കാലാഹിരൺ എന്നറിയപ്പെടുന്ന കായിക താരം ആരാണ്? കറുത്തമാൻ എന്നാണ് അർത്ഥം വരുന്ന കാലാഹിരൺ.
ഓപ്ഷൻ എ IM വിജയൻ, ഓപ്ഷൻ ബി സൗരവ് ഗാംഗുലി, ഓപ്ഷൻ സി വിശ്വനാഥൻ ആനന്ദ്, ഓപ്ഷൻ ഡി അഞ്ജു ബോബി ജോർജ്. ആരാണ് IM വിജയൻ. IM വിജയൻ? IM വിജയനാണോ? കറുത്ത. കാലാഹിരൺ, കൃഷ്ണമൃഗം, കറുത്തമുത്ത്, ആണ്. ഇതൊക്കെ IM വിജയനാണോ? ആണ്. ഉത്തരം ശരിയാണ്. IM വിജയനാണ് ശരി ഉത്തരം. കൊൽക്കത്തയിലെ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കുമ്പോൾ ബംഗാളിൽ ഫുട്ബോൾ പ്രേമികൾ ഇട്ടുകൊടുത്ത പേരാണ് കാലാഹിരൺ. നമ്മുടെ മലയാളികൾ ഏറ്റവും അഭിമാനമായ ഫുട്ബോൾ താരം IM വിജയൻ. ശരത്തെ വരൂ. സ്ലിം ബ്യൂട്ടി തെളിയിക്കാനുള്ള ഒരു അവസരമാണ് ശരത്തിന്. വീട്ടിൽ എന്നെ ഓടിക്കുന്ന പോലെ തന്നെ ആണല്ലേ? ഇടയ്ക്കിടയ്ക്ക് ആണല്ലേ? ഓടിക്കും. അതെ, മിക്കവാറും നമ്മൾ ഈ അഭിനയിച്ച് തളർന്നു വന്നു കഴിഞ്ഞാൽ ഇട്ടം അതെ, ഓടിക്കുക. അതെ, സാർ. മനുഷ്യരുടെ ആഗ്രഹങ്ങൾക്ക് അന്ത്യമില്ല അല്ലേ? അതുപോലെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് ഇച്ചിരി സാധനങ്ങളെങ്കിലും നമ്മളിവിടെ ഈ നിലവറയിൽ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ യെല്ലോ റിബൺ വെച്ച് കെട്ടിയിരിക്കുന്ന എത്ര ഗിഫ്റ്റ്സ് വേണമെങ്കിലും സ്വന്തമാക്കാനുള്ള ഒരു ചാൻസാണ് ഈ ടാസ്കിൽ കിട്ടാൻ പോകുന്നത്. 10 seconds ആണ് ഈ ടാസ്കിന് കിട്ടുന്ന സമയം. വിത്തിൻ 10 seconds ആദ്യം കയ്യിലുള്ള ബാറ്റൺ എന്നെ ഏൽപ്പിച്ച് ഇഷ്ടമുള്ളത്ര ഗിഫ്റ്റ്സ് എടുത്ത് പുറത്ത് കിടക്കണം. Now your time start. ബാറ്റൺ തന്നു, ഗിഫ്റ്റ്സ് എടുത്തു. യെല്ലോ റിബൺ വെച്ച് കെട്ടി എത്ര ഗിഫ്റ്റ്സ് വേണമെങ്കിലും എടുക്കാം. യെല്ലോ റിബൺ വെച്ച് കെട്ടി എത്ര ഗിഫ്റ്റ്സ് വേണമെങ്കിലും എടുക്കാം. ഡോർ ക്ലോസ് ആവാണ്, അത് ശ്രദ്ധിക്കണം. തകർത്തു. അപ്പൊ ശരത്തെ, ഈ പ്രോഗ്രാം കഴിയുന്ന ഓർമ്മിക്കോറ് നിങ്ങൾ നല്ല നിലയിൽ എത്തുന്നു. നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നു. ദൃശ്യം റൗണ്ട്. ഈ റൗണ്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ 3 ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരും, ഒരു സ്റ്റിൽ കാണിച്ചു തരും, ഒരു ഓഡിയോ കാണിച്ചു തരും. ഇതിന് 3 ചോദ്യങ്ങളുണ്ടാവും. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പറയാൻ പറ്റുന്നത്, പ്രത്യേകിച്ച് ഈ രംഗമായിട്ടൊക്കെ ബന്ധമുള്ള ആളുകൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഇതിന് ഓപ്ഷൻ ഇല്ല. എങ്കിലും നമുക്ക് മനസ്സിലാവും. അപ്പം ആദ്യം ശ്രദ്ധിക്കൂ. കോളിളക്കം എന്ന ചിത്രമാണ് കണ്ടത്. അറിയാമല്ലോ, അനശ്വരനായ ജയൻ്റെ അവസാന ചിത്രമായിരുന്നു. നിങ്ങൾക്കറിയാം, ഈ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന നടൻ ജയൻ അന്തരിച്ചത്. ഈ കോളിളക്കം എന്നുള്ള ഈ സിനിമയുടെ സംവിധായകൻ ആരായിരുന്നു? നന്നായി പറയൂ സൗമ്യ. IV ശശി. IV ശശി. എന്താണ് IV ശശി എന്ന് പറയാൻ കാരണം? സീമ. ജയൻ സീമ IV ശശി കണക്ഷൻ ഗംഭീരമായി. ഓക്കെ, അത് കൊള്ളാം. ആ ഗസ്സിങ് സൂപ്പറായി. പക്ഷേ ഈ ഗസ്സിങ് കൊണ്ടൊരു ഗുണമുണ്ടായി, തെറ്റായൊരു ഉത്തരം പറയാൻ പറ്റും. ആ പറഞ്ഞ ഉത്തരം തെറ്റാണ്. PN സുന്ദരനാണ് ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ. കോളിളക്കം എന്നുള്ള ചിത്രത്തിൻ്റെ, അതായത് ജയൻ എന്ന മഹാനടൻ്റെ അവസാനത്തെ ചിത്രത്തിൻ്റെ സംവിധായകനാണ്. വിൻസെന്റ് മാഷിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു അദ്ദേഹം. ഏതാണ്ട് 200-ലധികം ചിത്രങ്ങൾ പല ഭാഷകളിലായിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട്. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങിയ തെന്നിന്ത്യൻ ഭാഷകളിലും ഉത്തരേന്ത്യൻ ഭാഷകളിലും ഒക്കെ സിനിമ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാത്ത ഏടും കോളിളക്കം എന്നുള്ള സിനിമയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇതുവരെ നിങ്ങൾ വെച്ചടി കയറ്റമായിരുന്നു. രണ്ടുപേരെ സ്മാർട്ടാണെന്ന് തെളിയിച്ചു, കണവന്മാരെ സ്മാർട്ടാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ഏറ്റവും വലിയ തെളിവാണ് അവിടെ ഇരിക്കുന്ന പണ്ടാരപ്പെട്ടികൾ. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഒരു നിശ്ചല ചിത്രം ശ്രദ്ധിക്കൂ മോണിറ്ററിൽ. കണ്ടല്ലോ, ലോക പ്രശസ്തമായ ഒരു കടിയുടെ ചിത്രമാണിത്. ആരാണ് ഈ കടിയൻ? സുവാരസ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ പ്രേമികളെ അമ്പരപ്പിച്ച കടിയായിരുന്നു അത്. ഉത്തരം ശരിയാണ്. താങ്കൾക്ക് 2014 ലോകകപ്പിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇറ്റലിക്കാരനായ ചെല്ലിനിയാണ് ഇത്രയും കടിച്ചു പറിച്ചത്. അപ്പോൾ ഈ കടി ലോകത്തിൽ ടെലിവിഷനിലൂടെ കോടിക്കണക്കിന് പ്രേക്ഷകരാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് വീട്ടിലിരുന്ന് മഞ്ജു അത് കണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇതിൻ്റെ ഒരു പ്രത്യേകത 20 സെക്കൻഡ് ഉണ്ട്. ഉത്തരം ശരിയാണ്. 20 സെക്കൻഡ് ഉണ്ട്. ശരത്തെ, ഓടി തളർന്നു പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഈ 20 സെക്കൻഡിന് നിലവറയിൽ കടന്ന് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നുള്ളത് നമ്മുടെ അർത്ഥനോട് ചോദിക്കാം. ഇവിടെ ഒരു വൈറ്റ് സ്പോട്ട് ഉണ്ട്. ആ വൈറ്റ് സ്പോട്ടിൽ നിന്ന് ഞാൻ നിങ്ങളുടെ കയ്യിൽ തരുന്ന റിങ്സിൽ നിന്ന് മിനിമം 3 റിംഗ് എങ്കിലും ഈ VLC പ്ലെയറിന്റെ ലോഗോ പോലെ ഇരിക്കുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ട്. ആ കോർണർ ചുറ്റും ഇങ്ങനെ പോയി വീഴണം. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ഒരു എക്സൈറ്റിംഗ് ഗ്രീൻ റാപ്പറിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് സ്വന്തമാക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് യാത്രയാക്കൂ.
ശരത്, all the best. Time start now. ഇവിടെ നിന്ന് ഈ വൺ സ്പോട്ടിൽ yeah. മിനിമം മൂന്നെണ്ണമെങ്കിലും മതി, അതുകൊണ്ട് ശ്രദ്ധ കിട്ടും. അതും ജസ്റ്റ് മിസ്സായി പോയി. അടുത്ത് ശ്രദ്ധിച്ച് തേർഡ് വൺ ആയില്ല. തേർഡ് വൺ ഇപ്പൊ ആവുന്ന ശരത്തെ, അവിടെ എന്താ അവസ്ഥ എന്തോ അവിടെ അവസ്ഥ എന്തോ? മഞ്ജു, ഇവിടെ ഒരു വലിയ തർക്ക വിഷയം. ഞാൻ ചോദിക്കട്ടെ, എന്തായാലും തല പുറത്ത് വീണു, കൈയും പുറത്ത് വീണു, ചില സാധനങ്ങളും പുറത്തായി. അപ്പൊ മഞ്ജു ആണ് ഈ സീറ്റിലെങ്കിൽ ഈ സമ്മാനം കൊടുക്കത്തില്ലേ? ഭർത്താവിന്റെ മുഖത്ത് നോക്കരുത്, സത്യസന്ധമായിട്ട് സംസാരിക്കണം. കൊടുക്കില്ലയോ? കൊറേ പുറത്തായാൽ നമ്മൾ കൊടുക്കുവോ സാധാരണഗതിയിൽ? വേണ്ടേ? ഗിഫ്റ്റിന്റെ അതിനകത്ത് നീതി ഉണ്ടോന്നാണ് എന്റെ ചോദ്യം. നീതിയാണോ? ഒരു ഓഡിയോളജിസ്റ്റിന്റെ നീതി എന്താണ്? ചോദിച്ചോളൂ. വീട്ടിൽ ചെല്ലുമ്പോ ഭർത്താവിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ള ഒരു കാര്യവും മനസ്സിൽ വെക്കാതെ ധൈര്യമായി പറയും. താങ്കളായിരുന്നു ഈ സീറ്റിലെങ്കിൽ താങ്കൾ എന്ത് തീരുമാനം എടുക്കും? പെട്ടെന്ന് പറയൂ. അതേ അവിടെ നിന്ന് കാലിൽ സമ്മാനം തന്നാലും ഇല്ലെങ്കിലും രക്ഷപ്പെടുന്നു. സ്വന്തം ഭർത്താവിനെ രക്ഷപ്പെടുത്തുന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ശരത്തെ, തലയും കൈയും പുറത്തു വീണ സ്ഥിതിക്ക് ഈ സമ്മാനം ശരത്തിന് അർഹപ്പെട്ടതാണ്. താങ്ക് യു. അലിബാബ 41 കള്ളന്മാരും. ലാസ്റ്റില് സമയമായിട്ട് ഒരു പോക്ക് പോയത് കുറച്ച് കടന്ന കൈയായി പോയി കേട്ടോ. എന്നാലും കുറച്ച് കടന്ന കൈയായി. ഇത് എന്തിനുള്ള പുറപ്പാടാതാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ അങ്ങോട്ട് വെച്ചത് ഇത് മിക്കവാറും വലിയ പാടായിരുന്നു. പിന്നെ ഇത് പിടിച്ചോ. റെഡി. അടുത്ത ചോദ്യത്തിലേക്ക്. ഇനി നിങ്ങൾക്ക് ഒരു ഓഡിയോ ആണ് കേൾപ്പിച്ചു തരാൻ പോകുന്നത്. നമ്മളൊക്കെ വളരെ കൂടുതൽ തവണ കേട്ടിട്ടുള്ള ഒരു ഓഡിയോ. ഇത് അറിയാത്ത മലയാളികൾ ഉണ്ടാവും തന്നെ ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ വിജ്ഞാനം പരീക്ഷിക്കാനുള്ള ഒരു അളവുകോലായിട്ട് ഇത് എടുക്കുന്നതുമില്ല. എന്നാലും ഇതൊരു സുഖകരമായ സംഗീതമായതുകൊണ്ട് നമ്മളിത് കേൾപ്പിച്ചു വരുന്നു ഓഡിയോയിലേക്ക്. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരി സന്താപഹാരി മുരാരേ. ഈ ദേവാസുരം എന്ന ചലച്ചിത്രത്തിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പാടുന്നതായിട്ടാണ് ഈ പാട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ ഗാനം ആലപിച്ചത് ആരാണ്? MG രാധാകൃഷ്ണൻ. ഉറപ്പാണ്? ഒരു നിമിഷം പോലും ആലോചിക്കാതെ സൗമ്യ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഈ ശബ്ദത്തിന്റെ ഉടമ MG രാധാകൃഷ്ണനാണ്. പാടുവോ സൗമ്യ? പാടുവോ? അത്യാവശ്യം പാടും. ആ നാവിലെ ആ ശബ്ദം നമുക്കൊന്ന് കേട്ടാലോ? അല്ലേ? എങ്ങനെയുണ്ട് വിനയ്? ഇഷ്ടപ്പെട്ട പാട്ട് തന്നെ ആയിക്കോട്ടെ. ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ, പതിയെ പറന്നെന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണോ നീ. കൊള്ളാം. അപ്പൊ ഞാൻ വിചാരിച്ചതല്ല മൈക്ക് അവിടെ തന്നെ കിട്ടി. ഇനി ചിലപ്പോൾ പാടേണ്ടി വന്നാലോ? താങ്കളെ കാത്തിരിക്കുന്ന വലിയ സമ്മാനങ്ങളാണ്. 20 സെക്കൻഡാണ് ഇതിൽ ഉള്ളത്. 20 സെക്കൻഡിനുള്ളിൽ എന്ത് ചെയ്യണം എന്നുള്ളത് നിലവറയിൽ നിന്ന് ഒരു സന്ദേശം വരും. 20 സെക്കൻഡ്സ് കൊണ്ട് 2 എക്സൈറ്റിംഗ് ഗ്രീൻ ഗിഫ്റ്റ്സ് കിട്ടാനുള്ള ചാൻസ് ആണ് ഇവിടെ നിങ്ങളെ തേടി എത്തിയിരിക്കുന്നത്. ഓർക്കുക, 2 ഗ്രീൻ ഗിഫ്റ്റ്സ്. ഇതിൽ ചെയ്യേണ്ടത്, അവിടെ ഒരു വൈറ്റ് സ്പോട്ട് ഉണ്ട്. ആ വൈറ്റ് സ്പോട്ടിൽ നിന്നിട്ട് നിങ്ങളുടെ 3 ബോൾസ് തരുന്നതായിരിക്കും. ഇതിൽ നിന്ന് അറ്റ്ലീസ്റ്റ് 1 ബോളെങ്കിലും ഇവിടെ ഈ വൈറ്റ് ഇതിനകത്ത് കൊള്ളിക്കണം. ഇവിടെ കൊണ്ടാൽ ഡിസ്ക്വാളിഫൈ ചെയ്യും. പക്ഷെ ഇതിനകത്ത് എവിടെയെങ്കിലും ഈ 3 ട്രൈസ് ചെയ്യുന്ന ഒരെണ്ണമെങ്കിലും കൊണ്ടാൽ ഇവിടെ ഇരിക്കുന്ന 2 ഗ്രീൻ ഗിഫ്റ്റ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതിന് ഒരെണ്ണമെങ്കിലും കൊടുത്തു മതി. ശ്രദ്ധിച്ച് അത് കൊണ്ടുപോകും. എടുത്തോ ഗിഫ്റ്റ് എടുത്തോ. ഗ്രീൻ ഗിഫ്റ്റ് 2 എണ്ണം. വേഗം ഗ്രീൻ ഗിഫ്റ്റ് 2 എണ്ണം എടുക്കാം. പിന്നെ അങ്ങോട്ട് പോയ എന്തെങ്കിലും ആയിട്ടേ വരൂ. വളരെ സന്തോഷമുണ്ട് കേട്ടോ. ഓരോ തവണയും അല്ലേ സൗമ്യ യാത്ര അയക്കുമ്പോൾ അല്ലേ? നമുക്കിനി അടുത്ത റൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ശരത്തിന്റെ 2 വരി പാട്ട് കേൾക്കാം. നീലാ നീലാ മിഴിയേ, നീലാ നീലാ മൊഴിയേ, ഒളിയം വിനയരുതേ,
ഇനി എൻ്റെ ജന്മ സഖിയേ നീലാ നീലാ മിഴിയേ. മത്സരം അങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നമുക്കൊരു ഇടവേളയ്ക്ക് പോകാൻ സമയമായി. ഇടവേളയ്ക്ക് മുമ്പ് നമ്മുടെ സ്മാർട്ട് ക്വസ്റ്റ്യൻ. തെങ്ങ് ചതിക്കില്ല എന്ന് പഴമക്കാർ പറയാറുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തേങ്ങ വീണ് എന്തെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ട്? ചിലപ്പോൾ അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. ഈ സ്മാർട്ട് ക്വസ്റ്റ്യൻ്റെ മറുപടി ഇടവേളയ്ക്ക് ശേഷം ഞാൻ പറയാം. ഇടവേളയിലേക്ക്. വെൽക്കം ബാക്ക് ടു ജോസ്കോ ജുവലേഴ്സ് സ്മാർട്ട് ഷോ പവർഡ് ബൈ ധാത്രി ഹെയർ ഓയിൽ. ഞാൻ ഇടവേളയ്ക്കുമ്പോൾ ചോദ്യം ചോദിച്ചിരുന്നു, തെങ്ങ് ചതിക്കാറുണ്ടോ എന്ന്. അതെ, തെങ്ങ് ചതിക്കാറുണ്ട്. ലോകത്ത് മുഴുവനായി ഓരോ കൊല്ലവും 150ഓളം ആളുകളാണ് തേങ്ങ വീണ് മരിക്കുന്നത്. ഇത് ലോകത്താകമാനം സ്രാവിൻ്റെ അക്രമത്തെക്കാളും വളരെ കൂടുതലാണെന്നാണ് കണക്ക്. അതുകൊണ്ട് നാളെ മുതൽ തെങ്ങ് കണ്ടാൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അപ്പോൾ നമ്മളുടെ അംഗത്തിലേക്ക് കടക്കുന്നു. അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നു. ഫൺ റൗണ്ട്. ഈ റൗണ്ടിൽ 3 ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ 3 ചോദ്യങ്ങൾക്കും ഉത്തരം ഒൺവേഡ് ആൻസറാണ്. അറിയാലോ, ഒൺവേഡ് ആൻസറാണ്, ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഈ 3 ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ പറ്റാതെ പോയാൽ, അതായത് ഒരു മത്സരാർത്ഥിക്ക് പറയാൻ പറ്റാതെ പോയാൽ ഊഴം അടുത്ത ആളിന് ലഭിക്കും. അയാൾക്കും പറയാൻ പറ്റാതെ പോയാൽ ഈ പറയാൻ പറ്റാതെ പോയ 2 പേർ കൂടെ പുറത്തോട്ട് അങ്ങ് പോവാം. നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 10നോട് 3 കൂട്ടിയാൽ 1 കിട്ടുന്നത് ഇവിടെയാണ്. 10നോട് 3 കൂട്ടിയാൽ 1 കിട്ടുന്ന സ്ഥലം പറയും. സമയം കുറച്ച് ശരിയാണ്. എന്നാൽ നമ്മൾ ഏത് സ്ഥലത്താണ്, അല്ലെങ്കിൽ എവിടെയാണ്, അല്ലെങ്കിൽ കറക്റ്റ് ഉത്തരം ശരിയാണ്. ഞാൻ വിചാരിച്ചു സൗമ്യ മിക്കവാറും പ്രശ്നം ഉണ്ടാക്കി പുറത്ത് പോകുന്നത്. 10നോട് 3 കൂട്ടിയാൽ 1 കിട്ടുന്ന ഒരു സ്ഥലമേ ഉള്ളൂ. അത് ക്ലോക്കിലാണ്. ഉത്തരം ശരിയാണ്. ഈ റൗണ്ട് മുതൽ 30 സെക്കൻഡ് സമയമുണ്ട്. 30 സെക്കൻഡ് സമയം കൊണ്ട് 30 സെക്കൻഡ് സമയം കൊണ്ട് വരൂ 30 സെക്കൻഡ് സമയം കൊണ്ട് എന്തൊക്കെ കളികളാണ് കളിക്കാൻ പോകുന്നെന്നുള്ളത്. അപ്പോൾ എത്ര കാലം നാടകത്തിൽ കളിച്ചു? ഞാൻ സീരിയസ് ആയിട്ട് 5 വർഷം 5 വർഷം കളിച്ചു. എവിടെയായിരുന്നു അത്? ലോകധർമ്മി തിയേറ്റർ ഗ്രൂപ്പ്. അവരെയൊക്കെ സാക്ഷിയാക്കി നമ്മൾ ഈ 30 സെക്കൻഡ് എന്താ ചെയ്യാൻ പോകുന്ന നോക്കാം. വേനൽക്കാലത്ത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു സംഭവമാണ് കൂളർ. അതുകൊണ്ട് തന്നെ ലുലു കണക്ട് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരു കൂളർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ കൂളർ സ്വന്തമാക്കാൻ കിട്ടുന്ന സമയം 30 സെക്കൻഡ്സ് ആണ്. വിത്തിൻ 30 സെക്കൻഡ്സ് ആദ്യം കയ്യിലുള്ള ബാറ്റിനെ ഏൽപ്പിച്ചിട്ട് ഇവിടെ 16 ടെന്നീസ് ബോൾസ് വെച്ചിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഓരോന്നായി ഇത് വെച്ച് ഇങ്ങനെ ഇതിനകത്തോട്ടാക്കണം. ശ്രദ്ധിക്കണം, ആദ്യം ഇതിനകത്തോട്ട് കയറ്റുന്ന ബോളും റെഡ് കളർ ആയിരിക്കണം. ഏറ്റവും അവസാനം കയറ്റുന്ന ബോളും റെഡ് കളർ ആയിരിക്കണം. ഇത് ഇത്രയും കഴിഞ്ഞ് കൂളർ എടുത്ത് 30 സെക്കൻഡ്സിനുള്ളിൽ വെളിയിൽ കടന്നാൽ മാത്രമേ ഗിഫ്റ്റ് നിങ്ങൾക്ക് സ്വന്തമാകുകയുള്ളൂ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നൗ യുവർ ടൈം സ്റ്റാർട്ട്. പ്ലീസ് കം. വേഗം വന്ന് 30 സെക്കൻഡ്സേ ഉള്ളൂ. ആദ്യം ബാറ്റിൽ പിന്നെ ടാസ്ക്. 30 സെക്കൻഡ്. ആദ്യം റെഡ് ആയിരിക്കണം. 3 6 വേഗം 7 8 9 10 11 12 13 14 15 and 16. കൂളർ എടുത്തോ. ഭാരതി കൂടിയാലെന്താ അല്ലേ? ചെമ്മന്നോളൂ. ഫൺ റൗണ്ടിൽ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. നിങ്ങൾ വിജനമായ ഒരു പ്രദേശത്തുള്ള ഒരു വീട്ടിൽ എത്തിപ്പെടുന്നു എന്ന് വിശ്വസിക്കൂ. ഒരു മുറിയിൽ 10 വിഷപ്പാമ്പുകൾ, മറ്റൊരു മുറിയിൽ നിങ്ങളെ വെടിവെക്കാൻ തയ്യാറായി നിറതോക്കുമായി 11 തീവ്രവാദികൾ, മൂന്നാമത്തെ മുറിയിൽ 3 മാസത്തിലധികമായി പട്ടിണി കിടക്കുന്ന 12 ആഫ്രിക്കൻ സിംഹങ്ങൾ. എവിടെയാകും നിങ്ങൾ കൂടുതൽ സുരക്ഷിതർ എന്നാണ് എൻ്റെ ചോദ്യം. ഒരിക്കൽ കൂടി പറയാം. വിജനമായ ഒരു പ്രദേശത്ത് ഒരു വീട്ടിൽ നിങ്ങൾ എത്തിപ്പെട്ടു പോകുന്നു. ഒരു മുറിയിൽ 10 വിഷപ്പാമ്പുകളുണ്ട്, മറ്റൊരു മുറിയിൽ വെടിവെക്കാൻ തയ്യാറാക്കി നിൽക്കുന്ന 11 തീവ്രവാദികൾ, മൂന്നാമത്തെ മുറിയിൽ 3 മാസത്തിലധികമായി പട്ടിണി കിടക്കുന്ന 12 ആഫ്രിക്കൻ സിംഹങ്ങൾ. ഇതിലെവിടെയാണ് നിങ്ങൾ സുരക്ഷിതർ? പറയൂ മഞ്ജു, എന്താണ് അവിടെ സംഭവിച്ചത്? പറയൂ.
പറഞ്ഞോ? പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഇനി എന്തായാലും ഞാൻ ഇനിയിപ്പോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല അല്ലേ? പറഞ്ഞോ. ഊഴമല്ലെങ്കിൽ നമ്മുടെ സൗമ്യമായ ആ മുഖത്തേക്ക് പോകും. ആഫ്രിക്കൻ സിംഹം. 3 മാസം എന്തുകൊണ്ട്? ചത്തുപോയി. ഇത് ഏത് പറഞ്ഞാലും എന്തുകൊണ്ട് എന്ന് പറയണം. അവർക്ക് എണീറ്റ് നടക്കാൻ ശേഷി പോലും ഉണ്ടാവില്ല, പിന്നെങ്ങനെ? 3 മാസം എണീറ്റ് നടക്കാൻ ശേഷി സിംഹമാണ്. സിംഹം ഇസ് വെരി വെരി ഡേഞ്ചറസ് മാം. എന്നാലും 3 മാസമൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുമ്പോ ഞാൻ കൂടുതൽ കുഴപ്പിക്കുന്നില്ല, ഈ ഉത്തരം ശരിയാണ്. കാരണം 3 മാസത്തിലേറെയായി പട്ടിണി കിടക്കുന്ന സിംഹങ്ങൾ മിക്കവാറും കാഞ്ഞു പോയി കാണും. മിക്കവാറും അത് ജീവനോടെ കാണുന്ന സിംഹം സാധ്യത കുറവാണ്. അപ്പോൾ അസ്ഥി കൂടെ മാത്രമേ ഉണ്ടാകൂ, അവിടെയായിരിക്കും കൂടുതൽ സേഫ്. പ്രായോഗികവാദിയാണ് ശരത്ത് താങ്കളുടെ ഭാര്യ, എനിക്ക് മനസ്സിലായി. ഇങ്ങനെ 3 പേര് ഇന്ന് ഏത് മുറിയിലേക്ക് കയറി ചെല്ലണമെന്ന് ഇപ്പൊ മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഒരു 30 സെക്കൻഡ് കൂടെ താങ്കൾക്ക് കിട്ടുന്നു. സർ, ഈ പരമ്പരകളുടെ എണ്ണം എങ്ങനെ? ഒരുപാട് പരമ്പരകൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇല്ല. ഇങ്ങനെയുള്ള കുറെ ഗെയിം ഷോകളിലൂടെ പങ്കെടുക്കണം, പരമ്പരയുടെ എണ്ണം കുറയ്ക്കാം. കാര്യം 4 പരമ്പരയുടെ കാശ് ഒറ്റ ഗെയിം ഷോ കൊണ്ട് അടിച്ചു മാറ്റി പോകാമെന്ന് എനിക്ക് വലിയ ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, അപ്പോൾ നൗ യുവർ ടൈം സ്റ്റാർട്ട്. അപ്പോൾ നമ്മുടെ സഹോദരി എന്താ പറയുന്നത് കേൾക്കാം. ഈ വൈറ്റ് സ്പോട്ടിൽ നിന്ന് വേണം ടാസ്ക് ചെയ്യാൻ കിട്ടുന്ന സമയം 30 സെക്കൻഡ്സ് ആണ്. ഇവിടെ അമ്പും വില്ലും ഒക്കെ ഉണ്ട്. സാധാരണ പണ്ടൊക്കെ നമ്മൾ പുരാണങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത് ഇതൊക്കെ യുദ്ധത്തിന് മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു കാലമാണ്. എന്നാൽ ഇവിടെ ഇതൊരു ഗെയിമാണ്. ആർച്ചറി എന്നാണ് ഈ ഗെയിമിന്റെ പേര്. ചെയ്യേണ്ടത് എന്തെന്നാൽ ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ഒരു ആരോ ഉണ്ട്. ആ സ്പോട്ടിൽ നിന്നിട്ട് ഇത് ഇങ്ങനെ വെച്ചിട്ട് ശ്രദ്ധിക്കണം, ഈ ആരോ മാർക്കുള്ളത് താഴോട്ട് വരണം. ഇങ്ങനെ വേണം അത് പിടിക്കാൻ. നല്ലോണം ആഞ്ഞ് ഈ അമ്പ് വിടണം. എങ്ങോട്ടെന്നാൽ ആ പോയിന്റ് ഉണ്ടോ, അതാണ് ടാർഗറ്റ്. ആ നടുക്കുള്ള വയലറ്റ് സ്പോട്ടിനകത്ത് എവിടെയെങ്കിലും ഈ 6 ചാൻസസിൽ ഒരെണ്ണമെങ്കിലും കൊണ്ടാൽ മാത്രം ഇവിടെ ഇരിക്കുന്ന ഒരു ബ്രാൻഡ് ന്യൂ മൊബൈൽ സെറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. കൊള്ളിച്ചോ, ഇതിനകത്ത് തോരണമെങ്കിൽ കൊള്ളണം, അതിനകത്ത് കൊള്ളണം. നടുക്ക് കൊണ്ടാൽ മാത്രമേ ഒരെണ്ണമേ നല്ല ഉന്ന വെച്ചങ്ങ് എല്ലാ വർദ്ധത്തിന്റെ ഒക്കെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടങ്ങ് അമ്മയിടോ. ഡോർ അടഞ്ഞുകൊണ്ടിരിക്കുകയാണെ ശ്രദ്ധിക്കണം. ശരത്തെ എനിക്ക് തോന്നുന്നതേ അഭിനയം നിർത്താമെന്നാ തോന്നുന്നു. കാരണം ഈ രംഗത്ത് കണ്ടില്ലേ, ഒത്ത നടുക്ക് കൃത്യമായിട്ട് എത്ര വർഷങ്ങളായിട്ട് അമ്പെയ്ത്ത് നടത്തിയ ഒരാളെ പോലെ ഉണ്ട്. ഈ രംഗത്ത് വല്ല പരിചയം ഉണ്ടായിരുന്നു, മുൻ പരിചയം? റോക്കറ്റ് വെച്ച് ലവ് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അത് ആർക്കാണ്? ഇപ്പൊ പറയണ്ട. താങ്ക് യു. നിങ്ങളിൽ ആരെങ്കിലും കണക്ക് പഠിച്ചിട്ടുണ്ടോ? കണക്ക് പഠിച്ചിട്ടുണ്ടോ? ഏത് കോഴ്സിന് പഠിച്ചിട്ടുണ്ട് കണക്ക്? ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുക. ഒരു കണക്കത്തിയാണോ? കണക്കത്തിയൊന്നുമല്ല. അല്ല, കണക്കിലെ കളികളെ അറിയാമോ? മോശമാണ് അതില്. എല്ലാം കണക്കല്ലേ? അപ്പൊ മഞ്ജുവോ? തീരെ പറ്റില്ല. തീരെ അല്ല. കണക്ക് പഠിച്ചിട്ടുണ്ടോ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത്? കോളേജിൽ പഠിക്കേണ്ട ആവശ്യമില്ല. കണക്ക് കൂട്ടി ജീവിക്കുന്ന സ്ത്രീയാണോ? കുറച്ച്, വളരെ മോശം. ഭർത്താവിനെ കുറിച്ച് കണക്ക് കൂട്ടുമ്പോൾ ആദ്യം മനസ്സിൽ ഓടി വരുന്നത് എന്താണ്? കണക്ക് കൂട്ടുമ്പോഴോ വളരെ നല്ല ആളാ, നല്ല വ്യക്തിയാണ് എന്ന് പറയണം. ആണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ ചോദ്യത്തിലേക്ക് കടക്കുന്നു. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. തായുമാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. 30നെ അര കൊണ്ട് ഗുണിച്ച് അതിൻ്റെ കൂടെ 15 കൂട്ടിയാൽ എത്ര കിട്ടും? 30നെ അര കൊണ്ട് ഗുണിച്ച് അതിൻ്റെ കൂടെ 15 കൂട്ടിയാൽ എത്ര കിട്ടും? 30. അതെങ്ങനെയാ മേഡം അതിന്റെ കണക്ക്? 30നെ അര കൊണ്ട് ഗുണിച്ച് അതിൻ്റെ കൂടെ 15 കൂട്ടിയാൽ എങ്ങനെയാണ് 30? 30 into half plus 15 is equal to 30. എങ്ങനെ കിട്ടിയെന്നായിരിക്കും മനസ്സിലാകും. 30 എങ്ങനെ കിട്ടി? 30 എങ്ങനെ കിട്ടി? സൗമ്യ, 30 എങ്ങനെ കിട്ടിയത് ശരിയായോ? 30/2 15. 30/2 into 30/2 plus 15. 30നെ അര കൊണ്ട് ഗുണിച്ച് 15 കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും എന്നാണ് എന്റെ ചോദ്യം. 30 തന്നെ. അതെങ്ങനെ ശരിയാവും? അല്ലേ 30 ഇങ്ങനെ കൂട്ടാൻ ആണെങ്കിൽ നമുക്ക് ഈ കണക്കിന്റെ ആവശ്യം എന്താ ശരിക്കും? ആണ്. ഞാൻ ഒരു സത്യം പറയട്ടെ, വിഷമം തോന്നില്ല. ആദ്യമായിട്ട് അപ്രിയമായ ഒരു കാര്യം കേൾക്കും വിഷമം തോന്നില്ലല്ലോ. അത് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയോടെ അല്ലേ വന്നിരിക്കുന്നത്? നേരെ എന്റെ മുഖത്തേക്ക് നോക്കിക്കോളൂ. ഞാൻ അപ്രിയ സത്യം മൊഴിയാൻ പോവാ. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. 30നെ അര കൊണ്ട് ഭാഗിച്ചാൽ 15 കിട്ടും. അതിലൂടെ 15 കൂടെ കൂട്ടിയാൽ 30 കിട്ടും. അപ്പം ഫൺ റൗണ്ടിലെ അവസാനത്തെ ചോദ്യത്തിൽ ശരത്തിന് ഒരു ഊഴം കൂടി.
എൻ്റെ ശരത്തെ മിക്കവാറും പരമ്പരയ്ക്ക് പോകാനൊന്നും സമയം കാണത്തില്ല മിക്കവാറും കേട്ടോ. ഈ രംഗത്തൊരു വലിയ പ്രതിഭാവിലാസമായി മാറുമെന്നുള്ള എല്ലാ സാധ്യതയുണ്ട്. 30 സെക്കൻഡ് നിലവറ കാലിയാവുന്നുള്ള ചങ്കിടിപ്പ് എനിക്കുണ്ട്. എന്നാലും നമുക്ക് നിലവറയിലെ സൂക്ഷിപ്പുകാരി എന്താ പറയുന്നത് കേൾക്കാം. 30 സെക്കൻഡ്സ് ഉള്ള ഈ ടാസ്ക് ആണ് ബോൾ ഇൻസൈഡ് ദ ബാസ്കറ്റ്. 5 ചാൻസസ് ആണ് വരുന്ന അംബാസഡറിന് ലഭിക്കുക. ഈ 5 ചാൻസസിനകത്ത് അറ്റ്ലീസ്റ്റ് 1 ടൈം എങ്കിലും ബോൾ ബാസ്കറ്റിനകത്ത് ഇടാൻ സക്സസ്ഫുൾ ആകണം. അതും ആ വൈറ്റ് സ്പോട്ടിൽ നിന്ന് വേണം ഈ ടാസ്ക് ചെയ്യാൻ. ആദ്യം കയ്യിലുള്ള ബാറ്റൺ എന്നെ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ ടാസ്ക് ചെയ്യാവുള്ളൂ. ഇത് കഴിഞ്ഞ് ഇവിടെ ഇരിക്കുന്ന ഈ സ്വിം മെഷീൻ എടുത്ത് പുറത്ത് കടന്നാൽ ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കാം. Now your time starts. അതിനകത്ത് ഒരെണ്ണെങ്കിലും മതി. ഈ വൈറ്റ് സ്പോട്ടിൽ നിന്ന് അവിടെ ബോൾ ഇരിപ്പുണ്ട്, അവിടെ ബോൾ ഇരിപ്പുണ്ട്, ഓടിപ്പോയി എടുത്തോ. ഫസ്റ്റ് ചാൻസ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ചാൻസ് ആണ്. 30 സെക്കൻഡ്സിനകത്ത് ഡോർ ക്ലോസ് ആവും ചേട്ടാ, ശ്രദ്ധിക്കണേ. ചെയ്തില്ലെങ്കിൽ ഒന്നുമില്ല, ഒരു ഉപയോഗമില്ല. ഇനി ഡോറടഞ്ഞോണ്ടിരിക്കുക. വേഗം 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 ഡോറടയുക. വേഗം എടുത്ത് ചാൻസ് ഉള്ളൂ. അത് കുഴപ്പമില്ല, കുറെ കിസ് കിട്ടിയില്ലേ. ഇപ്പൊ ആരും കൈയടിക്കണ്ടേ? സൂപ്പർ ആയിരുന്നു കേട്ടോ. അയ്യോ, ഞാൻ പറയാൻ മറന്നു. ഒരു ഇടവേളയ്ക്ക് സമയമായി. ഇടവേളയ്ക്ക് മുമ്പ് നമ്മുടെ യൂഷ്വൽ സ്മാർട്ട് ക്വസ്റ്റ്യൻ. സീബ്രയ്ക്ക്, അതായത് വരയൻ കുതിരയ്ക്ക് കറുപ്പിൽ വെളുത്ത വരകളാണോ അതോ വെളുപ്പിൽ കറുത്ത വരകളാണോ? ആലോചിച്ച് നോക്കൂ. അഥവാ കിട്ടിയില്ലെങ്കിൽ ഇടവേള കഴിഞ്ഞു വരുമ്പോൾ ഞാൻ തന്നെ പറയാം. വെൽക്കം ബാക്ക് ടു ജോസ്കോ ജുവലേഴ്സ് സ്മാർട്ട് ഷോ പവേർഡ് ബൈ ധാത്രി ഹെയർ ഓയിൽ. ഞാനൊരു ചോദ്യം ചോദിച്ചു, നമ്മുടെ സീബ്രയുടെ കാര്യം, വരയൻ കുതിരയുടെ കാര്യം. സത്യത്തിൽ കറുപ്പിൽ വെളുത്ത വരകളാണ് വരയൻ കുതിരയ്ക്ക്. അതായത് ഇനി നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ, സീബ്രയ്ക്ക് കറുപ്പിൽ വെളുത്ത വരകളാണ്. അതായത് കറുത്തവനാണ് സീബ്ര എന്ന് സാരം. നമ്മളപ്പോൾ നമ്മുടെ അംഗത്തിലേക്ക് കടക്കും. ഇനി നമ്മൾ പോകുന്നത് ജ്ഞാനം റൗണ്ട്. ഈ റൗണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ പങ്കാളിയുമായിട്ട്, നിങ്ങളുടെ കൂട്ടാളിയുമായിട്ട് മനസ്സ് തുറന്നൊരു ചർച്ച ചെയ്തിട്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. അപ്പോൾ ഒരു ഉത്തരം മാത്രമേ രണ്ടുപേരും കൂടി പറയാവൂ. ചർച്ച ചെയ്തതിന് ശേഷം നിങ്ങൾ പറയുക. അപ്പോൾ ആ ഉത്തരം ആ മത്സരാർത്ഥി പറയുന്നില്ല എങ്കിൽ ഊഴം അടുത്തയാളിന് പോകും. അടുത്തയാളിനും അതേപോലെ കൂട്ടാളിയുമായി ചർച്ച ചെയ്യാം. ചർച്ച ചെയ്ത് ശരി ഉത്തരം പറയാം. ശരി ഉത്തരം രണ്ടുപേർക്കും പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഒരു വഴിയേ ഉള്ളൂ, അത് പെരുവഴിയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ലേഡി ബൂബ്ക എന്നറിയപ്പെടുന്ന കായിക താരം ആരാണ്? ഓപ്ഷൻ എ മാർട്ടിന ഹിൻജിസ്, ഓപ്ഷൻ ബി ഇസിൻ ബയേവ, ഓപ്ഷൻ സി സാനിയ മിർസ, ഓപ്ഷൻ ഡി കാത്തി ഫ്രീമാൻ. ഇസിൻ ബയേവ. ഇസിൻ ബയേവ, റഷ്യക്കാരിയായ ഇസിൻ ബയേവ 5 മീറ്റർ ചാടിക്കടന്ന് ലോക റെക്കോർഡ് ഇട്ടു. ആദ്യത്തെ ലോക വനിതയാണത്. അതുകൊണ്ടാണ് അവർ ലേഡി ബൂബ്ക എന്ന് വിളിക്കപ്പെട്ടത്. ഉത്തരം ശരിയാണ്. ജ്ഞാനം റൗണ്ടിൽ ജ്ഞാനിയാണെന്ന് തെളിയിച്ചുകൊണ്ട് മഞ്ജു മുന്നേറുകയാണ്. ശരത്തെ പണി കൂടുന്നു. 40 സെക്കൻഡാണ് സമയം കിട്ടാൻ പോകുന്നത്. 40 സെക്കൻഡിനുള്ളിൽ ചെയ്താൽ മതി. ഇത് ഇഷ്ടം പോലെ സമയമുണ്ട്. ആക്രാന്തം വേണ്ട, വിളമ്പിത്തരാം. ഒരു 3 ബർണർ ഗ്യാസ് സ്റ്റവ് ഇവിടെ പൂട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. സംഭവം കാണുന്ന പോലെ അല്ല, നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കിടിലൻ ഗിഫ്റ്റാണ് ഇത്. ഇത് സ്വന്തമാക്കാൻ 40 സെക്കൻഡ്സ് ആണ് ടൈം ഓരോ അംബാസിഡറിൻ്റെയും കയ്യിലുള്ളത്. ഇവിടെ 5 കീസ് ഹാങ് ചെയ്ത് കിടപ്പുണ്ട്. എന്നാൽ ഇതിൽ നിന്ന് 4 ഡ്യൂപ്ലിക്കേറ്റും 1 മാത്രം ഒറിജിനലും ആണ്. അതിൽ നിന്ന് ഈ 40 സെക്കൻഡ്സിനുള്ളിൽ റൈറ്റ് കീ ട്രൈ ചെയ്ത് ഇത് ഓപ്പൺ ചെയ്യാൻ സക്സസ്ഫുൾ ആകുകയാണെങ്കിൽ ഈ ഗ്യാസ് സ്റ്റവ്, 3 ബർണർ ഗ്യാസ് സ്റ്റവ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓടി വന്നു ചേച്ചിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഗിഫ്റ്റാണിത്. ഇത് മിസ്സാക്കി അവിടെ കിട്ടുന്നതായിരിക്കും. വേഗം 40 സെക്കൻഡ്സ് ഉള്ളു ചേട്ടാ. അടുത്ത വേഗം ട്രൈ ചെയ്തോളൂ. ഇത് എടുത്തോട്ട് പുറത്ത് എടുത്താലേ ശരിയായിരിക്കും. ട്രൈ ചെയ്തോ, റാൻഡമായിട്ട് ട്രൈ ചെയ്തോ. വേഗം ട്രൈ ചെയ്ത് സ്വന്തമാക്കാം. സക്സസ്ഫുൾ ആയി. വേഗം
ഇത് അങ്ങോട്ട് കൊടുക്കൂ ഒരു സന്തോഷം വരട്ടെ. ഇനിയെങ്കിലും എന്റെ പൊന്നു ഭാര്യ നീ അടുക്കളയിൽ കയറണം. അതെ, ഇനിയെങ്കിലും ഒന്ന് അടുക്കളയിൽ കയറണം അല്ലേ? ഓക്കെ. ഒരു ഭാര്യ വീട്ടമ്മ എന്ന നിലയിൽ മഞ്ജുവിന്റെ മനസ്സിൽ എന്താണ്? മനസ്സ് നിറഞ്ഞോ അത് നിറഞ്ഞു തൂകിയോ? തൂകി അല്ലേ? നന്നായി. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ദേശാടന പക്ഷികളുടെ കേന്ദ്രമായ മംഗളവനം കേരളത്തിൽ എവിടെയാണ്? ഓപ്ഷൻ എ കണ്ണൂർ, ഓപ്ഷൻ ബി എറണാകുളം, ഓപ്ഷൻ സി വയനാട്, ഓപ്ഷൻ ഡി ഇടുക്കി. എവിടെയാണ് സൗമ്യ? എറണാകുളം. എറണാകുളത്താണോ? അതെ. എങ്ങനെയാണ് ഇത് മനസ്സിലായത് എറണാകുളത്താണെന്നുള്ളത്? മംഗളവനം എന്ന് കേട്ടപ്പോൾ എറണാകുളത്തായിരിക്കും എന്ന് വിചാരിച്ചു. അതെ, എറണാകുളത്തുണ്ട് ഒരു മംഗളവനം. എറണാകുളത്തുണ്ട് എന്നത് മനസ്സിലായി. അവിടെ ദേശാടന പക്ഷിയുണ്ട്? അവിടെ പക്ഷികളുണ്ട്. ദേശാടന പക്ഷികളാണോ? ദേശാടന വക്കീലന്മാരല്ലേ കണ്ടത്? എറണാകുളത്ത് ദേശാടന പക്ഷികളുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. മംഗളവനം അവിടെ കണ്ടെങ്കിൽ പക്ഷികളുണ്ട്, ദേശാടന പക്ഷികളായിരിക്കണം. എറണാകുളത്ത് എവിടെയാണ് അങ്ങനെയാണെങ്കിൽ? ഹൈക്കോർട്ടിന്റെ അടുത്ത്. ഹൈക്കോർട്ടിന്റെ അടുത്ത് ഉറപ്പാണോ? അതെ. ഹൈക്കോർട്ടിന്റെ അടുത്ത് പോയിട്ടുണ്ടോ ഈ അടുത്തിടയ്ക്ക്? കാണാം മംഗളവനത്തിനടുത്ത്. അടുത്തൊന്നും പോയിട്ടില്ല, പോയിട്ടുണ്ട് അവിടെ. എന്തിനാ ഇങ്ങനെ ഒരു തെറ്റുത്തരവ് ഈ വേദിയിൽ വന്ന് പറഞ്ഞത്? തെറ്റല്ലല്ലോ. ഒരു റിസർച്ച് ഫെലോ എന്നല്ലേ പറഞ്ഞത്? ഒരു ഗവേഷണ വിദ്യാർത്ഥിനിക്ക് ഇങ്ങനെ ഒരു പിഴവ് പറ്റാം? എന്തായാലും വളരെ സങ്കടത്തോടെ ഞാൻ ആ സത്യം വെളിപ്പെടുത്തുന്നു. സൗമ്യ പറഞ്ഞ ഉത്തരം ശരിയാണ്. കൊച്ചിയിലെ ഹൈക്കോടതിക്ക് പിറകിൽ നഗരകേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ തന്നെ അപൂർവ എക്കോ സ്പോട്ടാണ് ഇത്. സമുദ്രനിരപ്പിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക സങ്കേതം കൂടിയാണിത്. അപ്പോൾ പല ആളുകൾക്കും അറിയാത്തൊരു വിവരമാണ് ഈ മംഗളവനം കൊച്ചിയിൽ ഉണ്ട് എന്നുള്ളത്. ഉത്തരം ശരിയാണ്. അപ്പോൾ ഇത് 40 സെക്കൻഡാണ് കിട്ടാൻ പോകുന്നത്. വിനയ് ഒന്ന് ഊർജിതമായിക്കോളൂ. വരൂ. താങ്കൾ ഈ അഭിനയിക്കാനുള്ള പരിപാടിയിൽ സെലക്ഷനൊക്കെ ഉള്ള ആളാണോ? അതായത് ചില പടങ്ങളെ അഭിനയിക്കും, ചില പടങ്ങൾ അഭിനയിക്കില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഇതിനകത്ത് ഒരു സെലക്ഷൻ ഉണ്ടായിരിക്കുമല്ലോ. 40 സെക്കൻഡ് നമ്മുടെ നിലവറെ കയറി കഴിയുമ്പോഴേ സമയം ഉണ്ടാവില്ല അല്ലേ? പക്ഷേ 40 സെക്കൻഡ് കിട്ടും മനുഷ്യ. 40 സെക്കൻഡ് 40 സെക്കൻഡിലൂടെ ജീവിതത്തിൽ എന്തെല്ലാം വെട്ടിപ്പിടിക്കാൻ പറ്റുമെന്ന് അറിയാമോ? നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ഈ കയ്യിലോട്ട് വാങ്ങി ആ നല്ല നിമിഷത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ നിലവറയിലെ സഹോദരിക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. ഇതിൽ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ആദ്യം കയ്യിലുള്ള ബാറ്റിന് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിട്ട് ഇവിടെ നിന്ന് കയ്യിൽ ബാക്കി കെട്ടി ഇവിടെ ഒരു 7 ബോൾസ് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് മിനിമം 3 എണ്ണമെങ്കിലും കൈ ബാക്കി കെട്ടി ഇങ്ങനെ ഊതി ഓരോന്നായിട്ട് അതുപോലെ സ്റ്റിക്ക് ചെയ്യിപ്പിക്കണം. ഇതിന് 3 എണ്ണമെങ്കിലും സ്റ്റിക്ക് ചെയ്യാൻ സക്സസ്ഫുൾ ആയാൽ ഇവിടെ ഇരിക്കുന്ന ലുലു കണക്ട് സ്പോൺസർ ചെയ്തിരിക്കുന്ന മൈക്രോവേവ് അവൻ നിങ്ങൾക്ക് സ്വന്തമാക്കാം. കൈ ബാക്കി കെട്ടി ഓരോന്നായി പതുക്കെ ഊതി 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 ഓരോന്നായി ശ്രദ്ധിച്ചു ഊതിക്കോ. 40 seconds first one, second one, third one. മൈക്രോവേവ് അവൻ അടുത്ത ചോദ്യം റെഡിയാണല്ലോ? നിങ്ങളൊക്കെ ഇറങ്ങിയ സമയം കൊള്ളാം, ഇതിനകത്ത് പങ്കെടുത്ത സമയം കൊള്ളാം. ഭർത്താക്കന്മാരും വളരെ ആവേശത്തോടെ പങ്കെടുക്കുന്നുണ്ട്. അവർ പിടിച്ചടത്ത് വിജയിച്ച് പുറത്തു വരുന്നുള്ളൂ. തറ വീണ ഒരു സമയമുണ്ടെങ്കിലും പിന്നെ ഇരട്ടി ശക്തി വിജയശ്രീ ലാളിതനായി. അപ്പോൾ നമ്മൾ ഈ മനോഹരമായ മുഹൂർത്തത്തിൽ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്, ഒരു LKG ലെവൽ ചോദ്യമായി എൻ്റെ ചോദ്യം. കിൻഡർ ഗാർട്ടൻ ഏത് ഭാഷയിലെ പദമാണ്? ഓപ്ഷൻ എ ഫ്രഞ്ച്, ഓപ്ഷൻ ബി ഇംഗ്ലീഷ്, ഓപ്ഷൻ സി ജർമ്മൻ, ഓപ്ഷൻ ഡി സ്പാനിഷ്. കിൻഡർ ഗാർട്ടൻ ഏത് ഭാഷയിലെ പദമാണെന്നാണ് ചോദ്യം. നിങ്ങളൊക്കെ LKG UKG ഒക്കെ പഠിച്ചവരാണെന്നാണ് എൻ്റെ വിശ്വാസം. പറയും മഞ്ജു. ബസറമർത്തിയിട്ട് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യാൻ പാടില്ല. ജർമ്മനാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തൊലച്ചു. ജർമ്മനാണെന്ന് തോന്നുന്നു, അതവിടെ തന്നെ പ്രശ്നമായി. അപ്പോൾ കോൺഫിഡൻറ്റോടെ പറഞ്ഞ റിപ്ലൈ അല്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഉത്തരം വേറെ അടുത്ത് തന്നെ കിടപ്പുണ്ടായിരുന്നു. നല്ലൊരു ഉത്തരത്തിന് കളഞ്ഞിട്ട് വേണ്ടാത്തൊരു ഉത്തരം പറഞ്ഞു. എന്താ അങ്ങനെ സംഭവിച്ചത്? ഈ ഉത്തരം പറഞ്ഞു തന്നതാരാ? ശരത്താണോ?
രണ്ടുപേരും ഒരേത് ആ, തന്നെയാണ് ഇതാ വിചാരിച്ചത്. ഒരേ വേവ് ലെങ്ത് രണ്ടുപേരും ഒരേ മണ്ടത്തരം പറയാൻ തീരുമാനിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ? ഒരേ മനസ്സുള്ള രണ്ട് ഒരേ വ്യക്തികൾ. ലോകസാധ്യമായിട്ട് രണ്ട് വ്യക്തികളിൽ ഒരേ മനസ്സ് പ്രവർത്തിക്കുന്നു. ഇപ്പൊ എനിക്ക് ആ പൊട്ടത്തരം മനസ്സിലായി. ഒരുമിച്ച് കുഴിയിൽ ചാടാൻ തീരുമാനിച്ചു. മനസ്സിലായി. എന്തിനാ? അപ്പൊ എന്തായാലും സൗമ്യ റെഡി ആയിക്കോളൂ അടുത്ത ഊഴത്തിന്. കാരണം താങ്കളുടെ അടുത്ത സ്നേഹിതയും ഇമ്മീഡിയറ്റ് മത്സരാർത്ഥിയുമായ മഞ്ജു പറഞ്ഞ ഉത്തരം ശരിയാണ്. മഞ്ജു പറഞ്ഞ ഉത്തരം ശരിയാണ്. ജർമ്മൻ ഭാഷയിൽ നിന്നുള്ള പദമാണ് കിൻഡർ ഗാർഡൻ, കുട്ടികളുടെ പൂന്തോട്ടം എന്നാണ് അതിന്റെ അർത്ഥം. ആ ശരത് വരൂ, 40 സെക്കൻഡ് ഉണ്ട്. താങ്കളുടെ അഭിനയ ജീവിതത്തിലെ അവിസ്മരണീയമാകാൻ പോകുന്ന അടുത്ത മുഹൂർത്തത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ആ സ്വാഗതത്തിന് മുമ്പ് നമ്മുടെ അർച്ചനയ്ക്ക് എന്തോ പറയാനുണ്ട്? അർത്ഥം വെച്ച് പറയുന്ന കുട്ടിയാണ്. ലുലു കണക്ട് സ്പോൺസർ ചെയ്യുന്ന ഒരു കിഡിലൻ ഫ്രിഡ്ജ് അവിടെ അംബാസിഡറിനെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ആ ഫ്രിഡ്ജ് സ്വന്തമാക്കാൻ ഒരു ചിന്ന ടാസ്ക് ചെയ്യണം. ടാസ്ക് എന്തെന്നാൽ ഇവിടെ ഒരു മിനിയേച്ചർ ഗോൾഫ് ഗെയിം ഒരുക്കി വെച്ചിട്ടുണ്ട്. കാണാം ഇവിടെ ഒരു കുഞ്ഞ് ഗ്രീൻ കാർപ്പറ്റ് പോലത്തെ സംഭവം, അതിൻ്റെ അറ്റത്തൊരു ഹോളും ഇവിടെ ഒരു യെല്ലോ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ യെല്ലോ മാർക്കിൽ തരുന്ന ബോൾസ് വെച്ച്, അതായത് ഇവിടെ 6 ബോൾസ് ഉണ്ട്. ആ 6 ബോൾസിൽ നിന്ന് ഒരെണ്ണമെങ്കിലും ദാ ഇവിടെ വെച്ച് കറക്റ്റായിട്ട് ആ ഹോളിലോട്ട് ഈ ഗോൾഫ് ക്ലബ് വെച്ച് ഹിറ്റ് ചെയ്ത് വീഴ്പ്പിക്കണം. 5 ചാൻസ് ഉണ്ട്. അതിൽ നിന്ന് ഒരെണ്ണമെങ്കിലും വീണാൽ മതി നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന ലുലു കണക്ട് സ്പോൺസർ ചെയ്ത് ഫ്രിഡ്ജ് സ്വന്തമാക്കാൻ. Now your time start, man. മഞ്ജു ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കൂ. കാരണം ഇത് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കൂ. യെല്ലോ സ്പോട്ട് വെച്ചാണ് ഒരെണ്ണമെങ്കിലും വീഴ്ച മതി. 6 ചാൻസ് ഉണ്ട്. അതിൽ നിന്ന് ഒരെണ്ണമെങ്കിലും മതി. ജസ്റ്റ് മിസ്സായിരുന്നു. പറ്റും, ശ്രദ്ധിച്ച് ചെയ്താൽ പറ്റാവുന്നതേ ഉള്ളൂ. പതുക്കെ മതി. അതും ജസ്റ്റ് മിസ്സായിരുന്നു. അടുത്തുള്ള ഹോളിൽ പോയി ഒരാവശ്യമില്ലാതെ അത് വീണ്ടും മിസ്സായി പോയി. ഇനി ഇതാ 2 ചാൻസേ ഉള്ളൂ. ഇതും കൂടെ കഴിഞ്ഞാൽ ഡോറും ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് വീണ്ടും പോയി. ഇനി ഇതും കൂടെ കഴിഞ്ഞ 1 ചാൻസേ ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ഫ്രിഡ്ജ് കിട്ടുന്ന പ്രതീക്ഷിക്കേ വേണ്ട. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്തു. അതും പോയി. ഇങ്ങനെയെങ്കിലും വീഴ്ത്താൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. അത് ഏറ്റവും എളുപ്പമാണ്. മനസ്സമാധാനത്തിന് റെഡി. അർച്ചനയ്ക്ക് ഇരിക്കട്ടെ എന്റെ സമ്മാനം. വിജയശ്രീലാളിനായി പരാജയപ്പെട്ട് വീണ്ടും വരുന്ന ഈ ശരത്ദാസിന് ശരത്തെ, പരാജയത്തിന്റെ കയ്പ് രാവോളം കുടിച്ചപ്പോൾ വിജയശ്രീ ലാളിതനായി 4-5 തവണ നിലവറവിട്ടിറങ്ങി താങ്കൾക്ക് ഇപ്പോൾ എന്ത് തോന്നുന്നു? പത്രപ്രതിനിധിയുടെ ചോദ്യം. സാർ, ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. എന്നോടും വേണ്ടായിരുന്നു. അങ്ങോട്ട് പോയിക്കോളൂ. ഓക്കെ, അടുത്ത ചോദ്യം വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഇനി പറയാൻ പോകുന്ന ഉത്തരങ്ങളിൽ കായിൽ വിത്തില്ലാത്ത സസ്യം ഏതാണ്? ഓപ്ഷൻസിൽ, ഇനിയുള്ള ഓപ്ഷൻസിൽ: ഓപ്ഷൻ എ ആല്, ഓപ്ഷൻ ബി മുരിങ്ങ, ഓപ്ഷൻ സി പേര, ഓപ്ഷൻ ഡി വാഴ. ഇതിന്റെ കായിൽ വിത്തില്ല. അത് ഏത് സസ്യമാണ്? ആരെങ്കിലും ഒരാൾ നമുക്ക് നിങ്ങൾക്ക് ആല്. പക്ഷേ മഞ്ജു ബുദ്ധിമതിയാ. മാത്രമല്ല ഇങ്ങനെ പൗരപ്രമുഖന്മാര് കേൾക്കേ, അയ്യോ, ലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കേ സന്തോഷിക്കൂ, ബി ഹാപ്പി. ആണോ? താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. അപ്പോ അങ്ങനെ ഒരു തെറ്റായ ഉത്തരം പറഞ്ഞു. ആലല്ല. ആലിന്റെ കായിൽ വിത്തുണ്ട്. ആ കായിൽ വിത്തുണ്ട് എന്തായാലും. അപ്പോ വിത്തില്ലാത്ത സസ്യം ഏതാണ്? ഊഴം താങ്കൾക്കാണ്. ഹസ്ബൻഡിനോട് വാഴ. വാഴപ്പഴത്തിൽ വിത്തില്ലേ? വാഴപ്പഴത്തിൽ വിത്തില്ലേ? വാഴപ്പഴത്തിൽ വിത്തുണ്ട്. എന്തായാലും അതിനകത്തൊരു കല്ലുണ്ട്. വിത്താണോ എന്നറിയില്ല. കല്ലുണ്ടോ? എന്തായാലും ഒരു കാര്യം ഉണ്ടായി. കൂട്ടുകാരിയുടെ കൂടെ തന്നെ ചേർന്നതിൽ എനിക്ക് വലിയ സന്തോഷമായി കേട്ടോ. മഞ്ജു പറഞ്ഞ ഉത്തരത്തോട് തന്നെ ചേർന്ന് 4 പേർ കൂടെ ഒന്നിച്ച് പുറത്തേക്ക് പോകാനുള്ള അവസരം ഒരുക്കാൻ അവസാനത്തെ ഊഴം കിട്ടിയ സൗമ്യ ഭാഗഭാക്കായി എന്ന് പറയാൻ തോന്നുന്ന ഈ നിമിഷത്തെ ഞാൻ ശപിച്ചുകൊണ്ട് ഒരു കാര്യം പറയുന്നു. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പോൾ എന്തായാലും വാഴയാണ് ശരി ഉത്തരം കേട്ടോ. വിനയ്, ഒരു 40 സെക്കൻഡിന്റെ ഊർജം സംഭരിച്ച് പോന്നുള്ളൂ. 40 സെക്കൻഡ്. വിനയ് വരൂ.
40 സെക്കൻഡ് കൊണ്ട് വലിയൊരു സാമ്രാജ്യം വെട്ടിപ്പിടിക്കാൻ പോകുന്ന ഈ മനോഹരമായ കാഴ്ചയ്ക്ക് ആളുകൾ സാക്ഷ്യം വഹിക്കുമ്പോൾ ശരത്തെ അസൂയുടെ നോക്കി നിന്നോളൂ. എന്നെ പോലെ ആവല്ലേ വിനയ, ഓടിയെടുത്തോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, വിനയോടൊന്ന് പറഞ്ഞു കൊടുക്കൂ, കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കൂ. എല്ലാവരുടെ വീടുകളിലും ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് TV. അതും ഒരു LED TV കൂടെ ആകുമ്പോൾ എല്ലാവർക്കും ഇത് കൈക്കലാക്കാൻ ഭയങ്കര സന്തോഷമായിരിക്കും. ഒരു TV ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒന്നും കൂടെ ഇരുന്നെന്ന് പറഞ്ഞാൽ ഒന്നും പറ്റാൻ പോകുന്നില്ല. ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഒരു സിമ്പിൾ ടാസ്ക് മാത്രം ചെയ്താൽ മതി. അതാണ് ബ്ലോ ദ ബലൂൺ. ഇവിടെ നമ്മൾക്ക് എല്ലാവർക്കും അത്ര പരിചിതമല്ലാത്ത ഒരു സംഭവം വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പെഡലും ഉണ്ട്. ഇവിടെ നിന്നുകൊണ്ട് ഈ പെഡലിൽ ആഞ്ഞ് ചവിട്ടിക്കൊണ്ട് അപ്പോൾ ദാ ഈ ബലൂൺ ഇതുപോലെ നല്ല ആരോഗ്യത്തോടെ ചവിട്ടണം. എനിക്ക് ആരോഗ്യമില്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ വീർക്കാത്തത്. ഈ ബലൂൺ ഈ പെഡലിൽ ചവിട്ടിക്കൊണ്ട് നന്നായിട്ട് വേർപ്പിക്കണം. എന്നിട്ട് ഇത് വേർത്ത് ഇവിടെ ഒരു നീഡിൽ പോലത്തെ സംഭവം ഉണ്ട്. അതിൽ കുത്തി പൊട്ടിയാൽ മാത്രമേ ഈ LED TV എടുക്കാൻ പറ്റത്തുള്ളൂ. 6 ചാൻസസ് ആണ് ലഭിക്കുന്നത്. 6 ചാൻസസിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും സക്സസ്ഫുൾ ആയാൽ മതി. ഓൾ ദി ബെസ്റ്റ്. നൗ ടൈം സ്റ്റാർട്ട്. വേഗം വന്നു. 40 സെക്കൻഡ്സേ ഉള്ളൂ. അതിനകത്ത് ചെയ്തു തീർക്കേണ്ട സംഭവമാണ്. TV ആണ്, കളയരുത്. ആഞ്ഞു ചവിട്ടിക്കോ നല്ല ആരോഗ്യത്തോടെ. ഇതുവരെയുള്ള എല്ലാ ആരോഗ്യവും ചെയ്തു. ഇത് കുറച്ച് അന്തം വിട്ട കേസായിപ്പോയി. ഇത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അത് വിനയ് ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പൊ മനസ്സിലായി വിനയ് ഫോട്ടോ എന്താ പേരിട്ടേക്കുന്നത്. ഫോട്ടോ തന്നെയാ. കയറിക്കോളൂ. വരിക വരിക വരിക. ലാസ്റ്റ് ചോദ്യം വനിതകൾക്ക് വളരെ പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ്. നിങ്ങളുടെ കേരളത്തിലെ വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? ഓപ്ഷൻ എ 9991, ഓപ്ഷൻ ബി 1091, ഓപ്ഷൻ സി 1901, ഓപ്ഷൻ ഡി 1009. 9991 1091 1901 1009. സൗമ്യ, ഉത്തരം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ. എപ്പോഴെങ്കിലും വനിതാ ഹെൽപ്പ് ലൈൻ ഉപയോഗിച്ചിട്ടുണ്ടോ? വനിതാ ഹെൽപ്പ് ലൈൻ വിളിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, വിളിച്ചിട്ടില്ല. വിനയ് വിളിച്ചിട്ടുണ്ടോ? അങ്ങനെ വീട്ടിലുള്ള അസ്വാരസ്യങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ലൈനിൽ ഇല്ല, വിളിച്ചിട്ടില്ല. വിനയ് അങ്ങനെ അവസരം ഉണ്ടാക്കിയിട്ടില്ല. ഇല്ല, ഇതുവരെ ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? ഇല്ല. അപ്പൊ ഉത്തരം പറഞ്ഞോളൂ. 9991 ആണോ, 1091 ആണോ, 1901 ആണോ, അതെ 1009 ആണോ? ഓപ്ഷൻ എ. ഓപ്ഷൻ എ 9991 ഒരു ഫാൻസി നമ്പറാണ്. എനിക്ക് മനസ്സിലായി. ആ ഫാൻസി നമ്പർ കണ്ടപ്പോഴേ സൗമ്യ അത് അടിച്ചു മാറ്റും എന്ന് എനിക്കറിയാമായിരുന്നു. എന്തായാലും സൗമ്യ പറഞ്ഞ ഉത്തരം തെറ്റാണ്. ഇനിയിപ്പോൾ 3 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ചർച്ച ചെയ്യണേ ചർച്ച ചെയ്യാം. നല്ല സുഖമുള്ള ഒരു നമ്പർ ഏതായാലും. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി 1009 എന്നാണ് മഞ്ജു പറഞ്ഞത്. 1009. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഗസ് നടത്താൻ കാരണം? ശരിക്കും പറഞ്ഞാൽ ഒരിക്കൽ പോലും ഈ ഹെൽപ്പ് ലൈനിൽ വിളിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ആ മഹാമനുഷ്യൻ ഇതിനൊരു അവസരം ഉണ്ടാക്കിയിട്ടില്ല അല്ലേ? അതെന്താണത് മഞ്ജു ഒരിക്കൽ പോലും വിളിക്കാഞ്ഞത്? വനിതാ ഹെൽപ്പ് ലൈനിന്റെ നമ്പർ ഒരിക്കലും നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഒരുപാട് കാര്യങ്ങൾക്ക് വിളിക്കാവുന്ന ഒരു ഹെൽപ്പ് ലൈൻ ആണത്. ഇപ്പൊ 1009 എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ എന്തായാലും മഞ്ജു പറഞ്ഞ ഉത്തരം തെറ്റാണ്. സാരമില്ല, വെൽ പ്ലേഡ്. 1091 ആണ് ശരി ഉത്തരം. കേരളത്തിലെ വനിതാ ഹെൽപ്പ് ലൈനിന്റെ നമ്പർ 1091 ആണ്. അപ്പോൾ ഇനി ഈ നമ്പർ മറന്നു പോകരുത്. എന്തെങ്കിലും ആവശ്യം, അത് ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നായാലും മറ്റുള്ളവരുടെ ഭാഗത്തുനിന്നായാലും വനിതാ ഹെൽപ്പ് ലൈനിലേക്ക് വിളിക്കേണ്ട നമ്പർ 1091 ആണ്. 1091 ആണ്. വളരെ ആലോചിച്ചാണ് മറുപടി പറഞ്ഞത്. ഇദ്ദേഹത്തിന് ഒരു ചെറിയ പെശക് പറ്റിപ്പോയത് ഫാൻസി നമ്പർ നോക്കി. എന്തായാലും പൊതു നമ്പർ ആകുമ്പോൾ ഫാൻസി ആയിരിക്കുമല്ലോ എന്ന് ചോദിച്ച് വെച്ചലക്കിയതാ. നമുക്ക് ഒരു പെൺകുട്ടി ഇങ്ങനെ അത്യാവശ്യത്തിന് വിളിക്കുമ്പോൾ 1879 എന്ന് വിളിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവില്ലല്ലോ. എളുപ്പത്തിലുള്ള ഒരു നമ്പർ മാത്രമല്ല, ശരത്ത് ശ്രദ്ധിക്കേണ്ടത്, എതിരെ നിൽക്കുന്ന പെൺകുട്ടി ഡയൽ ചെയ്യുന്ന വനിതാ ഹെൽപ്പ് ലൈനാണെങ്കിൽ സ്ഥലം കാലിയാക്കാൻ ഇതൊരു കാരണമാവും. എന്തായാലും വനിതാ ഹെൽപ്പ് ലൈനിന്റെ നമ്പർ അതാണ്. നിങ്ങളെല്ലാവരും 4 പേരും വളരെ സന്തോഷത്തോടെ പങ്കെടുത്ത് 4 പേരും വരൂ. എന്തായാലും വിനയ് 4 പേരും തകർത്ത് കളഞ്ഞേട്ടൻ.
നമ്മൾ മലയാളികൾക്ക് ചിലപ്പോൾ ഒരു അമളി വിണയാറുണ്ട്. ആഫ്രിക്കയെക്കുറിച്ച് ചോദിച്ചാൽ അരമണിക്കൂർ പറയാനുള്ള സാധനം നമ്മുടെ കയ്യിലുണ്ടാവും. പക്ഷേ തൊട്ടയലത്തെ ഒരു കാര്യം ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ ഒന്നും കാണത്തില്ല. അങ്ങനെയുള്ളവർക്ക് അവരുടെ വിജ്ഞാനത്തിൻ്റെ കിളിവാതിൽ തുറക്കാനുള്ള പരിപാടിയാണ് ജോസ്കോ ജുവലേഴ്സ് സ്മാർട്ട് ഷോ പവേർഡ് ബൈ ധാത്രി ഹെയർ ഓയിൽ. ഇനി മറ്റൊരു എപ്പിസോഡിൽ കാണാം. ഗുഡ് ബൈ.